السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله، خذ بأيدينا قلت حيلتنا فادركنا. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. تنزيل العزيز الرحيم، صدق الله العلي العظيم. സമാദരണീയരായ സ്റ്റേജിലുള്ള മഹാപണ്ഡിതന്മാർ, ഉസ്താദുമാർ, സദസ്സിൽ ഒരുമിച്ച് കൂടിയ വന്യവയോധികരായ കാരണവന്മാർ, സ്നേഹത്തിന്റെ പ്രതീകങ്ങളായ ചെറുപ്പക്കാർ, ഒരു കാലഘട്ടം കണ്ട പണ്ഡിത പ്രഭുക്കളിൽ ജ്യോതിർഗോളമായിരുന്ന മഹാമനീഷിയായിരുന്ന പാറന്നൂരിലും പരിസരത്തും എന്ന് മാത്രമല്ല മലയാളക്കരയിൽ ആ പേര് പോലെ നൂറാനിയത്ത് വരുത്തിയ ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദിന്റെ പേരിൽ ഇവിടെ ഉയരാൻ പോകുന്ന ഇൻഷാ അല്ലാഹ് വൈജ്ഞാനിക കലവറ വിദ്യാഭ്യാസ സമുച്ചയം, അതിന് മഹാനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ശിലാകർമ്മം നിർവഹിച്ചിരിക്കുകയാണ്. സാദിഖ് അലി തങ്ങള് ആരാണ് എന്നത് എല്ലാവർക്കും അറിയാം. പക്ഷെ അവരുടെ വിജ്ഞാനത്തിന്റെ ആഴവും പരപ്പും ഞാനാകുന്ന മുത്താലിയും ഇവിടെ ഇരിക്കുന്ന ആലിമികളൊക്കെ ഇങ്ങനെ പലപ്പോഴും അളക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ അനുഭവിച്ചിങ്ങനെ അളക്കായിരുന്നു. സത്യത്തിൽ ഇത്ര വലിയ തിരക്കുള്ള ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഇത്തരം ആശയങ്ങൾ ഉറവപ്പെട്ടണമെന്ന് പറഞ്ഞാൽ അത് ആർജിത സ്വത്തല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചിലർക്ക് അല്ലാഹു തആല നുത്ഫത്തുൽ ഇൽമു ഹിക്മത്തും കൊടുക്കും. കേവലം വായിച്ചിട്ടോ മുത്താല ചെയ്തിട്ടൊന്നും കിട്ടിയ ഇൽമല്ല. തങ്ങൾ തുടങ്ങിയത് തന്നെ എങ്ങനെയാണ്? ഇവിടെ 100 കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മലക്കുകൾ ഉണ്ടാവുമ്പോ തീന കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദം അലൈഹി ഇസ്ലാം എന്ന് പറഞ്ഞിട്ടാ എടുത്തത് ടോപ്പിംഗാ. എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് സത്യത്തിൽ ആരെയും അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ മുത്തലാഖിന്റെ വിഷയത്തിൽ അത് ആണുങ്ങളുടെ അദാബാണ് എന്നൊക്കെ പറയാൻ ഫിഖഹിലൊക്കെ വലിയ കഴിവുള്ള ഒരാൾക്ക് കഴിയും. ഹുക്മിനൊരു ഹിക്മത്ത് ഉണ്ട്, അത് പഠിച്ച ആളുകൾക്കല്ല ഒന്നും പറയാൻ കഴിയില്ല. അത് മുഹഖഖിങ്ങളുടെ ലക്ഷണമാണ്, ഒരർത്ഥത്തിൽ മുദഖഖിന്റെ ലക്ഷണമാണ്. മുഹഖഖും മുദഖഖും വ്യത്യാസമുണ്ട്. ഞാൻ ഇൻഷാ അല്ലാഹ് മുത്താലിമീങ്ങളുണ്ടല്ലോ അവരെ കണ്ടിട്ട് പറയാണ്, മുഹഖഖിന് ഏത് കാര്യങ്ങൾക്കും ദലീല് മനസ്സിലായാൽ മുഹഖഖായി. മുദഖഖ് ദലീലിനെ ദലീല് കൊണ്ട് പ്രൂഫിനെ പ്രൂഫ് കൊണ്ട് സ്ഥിരപ്പെടുത്തണം. എനിക്ക് തോന്നുന്ന സാദിഖ് അലി തങ്ങളൊരു മുദഖഖാണോ എന്ന് തോന്നിപ്പോയി. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. തങ്ങൾ ഇവിടെ ഇല്ലല്ലോ, അപ്പൊ കൊണ്ട് എന്തും പറയാം. ഇരുത്തിയിട്ട് അവരിരുന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി പറഞ്ഞല്ല, അറിയാതെ പറഞ്ഞു പോയതാണ്. ചിലത് ഇൻഫിആലൻ വരും, പിടിച്ചു നിർത്താൻ കഴിയാതെ വരും. ഒന്നും കൂടി ദ്വാരക്കാണ് അല്ലാഹു തആല അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ഞാൻ ദീർഘമായൊരു പ്രസംഗം നടത്തുന്നില്ല. ഇപ്പൊ ഒരു പ്രഭാഷണം ഭൂഷണമല്ല. പാറന്നൂർ ഉസ്താദിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സ്മാരകമൊന്നുമല്ല. ഈ സ്മാരകം മണ്ണിന്റെയും കുമ്മായത്തിന്റെയും സ്മാരകമാണ്. അത് ഇവിടെ അല്ല, വരാൻ പോണ സ്മാരകത്തിന്. അതൊരു സമയത്ത് പൊളിഞ്ഞോ. പാറന്നൂർ ഉസ്താദ് അവരുടെ ജീവിതത്തിൽ ഇൽമ കൊണ്ടും അമല് കൊണ്ടും സ്മാരകം പണിത ആളാണ്. ഇൽമ കൊണ്ടും അമല് കൊണ്ടും ഉണ്ടാക്കുന്ന ഒരു സ്മാരകമുണ്ട്. അത് കുമ്മായല്ല,
അത് ഇഷ്ടികയല്ല, അത് സിമന്റ് അല്ല, അത് കമ്പിയല്ല, അത് ദ്രവിക്കൂല, പൊളിയൂല, തകരൂല. അത് സ്വയം ജീവിതകാലത്ത് പണിത ആളുകളിൽ പ്രധാനിയാണ് പാറന്നൂർ ഉസ്താദ്. അത് അവര് സ്വയം നേരത്തെ പണിത് കൊണ്ടാണ് ഇത് നിങ്ങൾക്കിപ്പോൾ പണിയാൻ തോന്നിയത്. ഇതൊക്കെ അവരുടെ സഹായ, നമ്മളെ സഹായല്ല. ഇവിടെ ഈ കണ്ട സദസ്സും ഇനി നടക്കാൻ പോകുന്നതും കേരളത്തിൽ അവരുടെ പേരിൽ നടക്കുന്നതും ഒക്കെ പാറന്നൂർ ഉസ്താദിന്റെ ജീവിതത്തിന്റെ സഹായ. അങ്ങനെയാണ് അവരുടെ സഹായാണ്. മനുഷ്യനെ കുറിച്ച്, അതിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് അത്ഭുതകരമായി സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അനുബന്ധമായ വലിയ വാക്കിനൊരു അടിക്കുറിപ്പെഴുതിയിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മനുഷ്യൻ ആരായിരുന്നു? ഇന്നഹു ആ ലമീർ ഒരർത്ഥത്തിൽ ആദം അലൈഹിസ്സലാമിലേക്കാണ് മടങ്ങുന്നത്. ഇന്നാ അറദ്നൽ അമാനത അലസ്സമാഇ വൽ അർളി ഫഅബൈന അൻ യഹ്മിൽനഹാ വഅശ്ഫഖ്ന മിൻഹാ വഹമലഹൽ ഇൻസാൻ ഇന്നഹു കാന ളലൂമൻ ജഹൂലാ. ഇന്നഹു ആദം അലൈഹിസ്സലാം, മുൽമറയിലെ പല മുഫസ്സിരീങ്ങളും കൊടുത്ത ആദം അലൈഹിസ്സലാമിലേക്ക് ലലൂമുൻ ജഹൂലുമായിരുന്നു. ലലൂമുൻ ജഹൂലുമായ കേവല തീനിൽ നിന്ന് പടക്കപ്പെട്ട ഒരാൾ മലക്കളുടെ മുമ്പിൽ മസ്ജൂദായി, മലക്കളുടെ സുജൂദ് വാങ്ങി. കാരണം ഇൽമു കൊണ്ടാണ്. അതുകൊണ്ട് ഈ ലോകത്തെ ഏറ്റവും അശറഫായ അമൽ അത് ഇൽമാണ്. ഈ ലോക ഇൽമിന് വേണ്ടിയാണ്, ഇബാദത്തിനാണ്, തെറ്റിദ്ധരിക്കരുത്. മാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എന്താ അതിന്റെ തഫ്സീർ? ഇല്ലാ ലിയഅരിഫൂൻ, മാരിഫത്തിന് വേണ്ടിയാണ്. ഇബാദത്ത് നേരത്തെ ഉണ്ട്. മലക്കള് നഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക. ഇബാദത്തിന് കമ്മി വിടില്ല. മലക്കളെ പോലെ ഇബാദത്ത് എടുക്കാൻ നമുക്ക് കഴിയില്ല. മലക്കള് ചിലർ സദാ സുജൂദിലാണ്, ചിലർ ഏത് സമയവും റുക്കൂയിലാണ്, ചില ആളുകൾ സദാ ഖിയാമിലാണ്. എങ്ങനെ ഖിയാമിലും സുജൂദിലും റുക്കൂയിലും കഴിയാൻ തറാവീനെ പോലും നമുക്ക് കഴിയില്ല, പറ്റുമില്ല. നമ്മളെ ഇടക്കിടക്ക് ക്ഷീണിക്കുന്നവരും ഇടക്കിടക്ക് മതിയാക്കുന്നവരാണ്. മലക്കള് സദാ ഏർപ്പാടാ. ഇനി നമ്മളെ സുജൂദിന് കൊടുത്താന്ന് പറഞ്ഞാൽ ഒരു മുത്താലിനെ പോലും അംഗീകരിക്കില്ല. ഇനി സുജൂദ് നിങ്ങൾക്ക് വേറെ കേൾക്കണോ? കേട്ടോളൂ. വന്നജ്മു വശ്ശജറു യസ്ജുദാൻ. എന്തിനാ മലക്കുകളെ കുറിച്ച് പറഞ്ഞു? നജ്മ് എന്ന് പറഞ്ഞാല് വള്ളിച്ചെടി, വള്ളിച്ചെടി. ഷജർ എന്ന് പറഞ്ഞാൽ മരങ്ങള്. യസ്ജുദാൻ മുളാരിയാണ്, സജദാന്നല്ല. നേരത്തെ സുജൂദ് കഴിഞ്ഞ് കഴിഞ്ഞില്ല, സദാ സുജൂദിലാണ്. ഇനി മനുഷ്യന്റെ സുജൂദിന് വേണ്ടിയിട്ടാ മനുഷ്യനെ കൊടുന്നെന്ന് പറഞ്ഞാൽ ഒരു മുസാലിമായ ഞാൻ അംഗീകരിക്കൂല. യസ്ജുദാൻ നിങ്ങൾക്ക് അറബ് ഭാഷ നന്നായിട്ട് അറിയല്ലോ. ഒന്ന് ആലിമീങ്ങളായിട്ട് പഠിച്ച ആളുകളുണ്ട്, ആലിമീങ്ങളെ കൂടെ നടന്ന ആളുകളുണ്ട്. അത്ര വിൽക്കണേലും ഒപ്പം നടന്ന ഇടക്കിടക്ക് പറ്റി തരും, നമുക്ക് വാസനക്ക് മതി എന്ന പോലെ. പാറന്നൂർ ഉസ്താദ് കുറെ പറ്റിട്ടെന്ന ഉമറാക്കൾ സാസിലുണ്ട്, അവർക്കൊക്കെ ഭാഷ നന്നായിട്ട് അറിയാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സദാ മുളാരിയ ഫൈൽ ഞങ്ങൾ പറയും ഇസ്തിംറാർ വേണമെന്ന്, എന്നാ ഒരു സെക്കൻഡ് ഒഴിയാൻ പാടില്ല. അതാണ് യുസല്ലൂന അലൻ നബി എന്ന് പറഞ്ഞത്. മുസ്തഫ നബിയുടെ മേലുള്ള സലാത്ത് അത് ആദം അലി ഇസ്ലാമിനേക്കുള്ള സുജൂദ് പോലെയല്ല. ആദം നബി അലി ഇസ്ലാമിനെ ബഹുമാനിച്ചിട്ട് അള്ളാഹു തആല മലക്കുകളിൽ നിന്ന് സുജൂദ് വാങ്ങിക്കൊടുത്ത് സല്ലൂ എന്ന് നമ്മളോട് പറയുന്നതിന് മുമ്പ് അല്ലാഹു ഇന്നല്ലാഹ മലായികത്തഹു യുസല്ലൂന എന്ന് പറഞ്ഞു. അവിടെ സുജൂദിൽ അത് പറഞ്ഞിട്ടില്ല. സുജൂദിൽ അള്ളാഹു തആല കൽപ്പിച്ചു മാറി എന്ന് മലക്കുകൾ ചെയ്തു. കൂടിയാൽ 500 കൊല്ലമേ നടന്നിട്ടുള്ളൂ. അത് ആദം അലൈഹി ഇസ്ലാമിനെ ബഹുമാനിച്ചുകൊണ്ട് മലക്കളുടെ ഭാഗത്ത് സുജൂദ് വാങ്ങിക്കൊടുത്തപ്പോൾ ഒരു 500 കൊല്ലം നടന്നു. പക്ഷെ മുഹമ്മദ് നബിയെ ബഹുമാനിച്ചുകൊണ്ട് അള്ളാഹു തആല വാങ്ങിക്കൊടുത്തത് സുജൂദല്ല, സ്വലാത്താണ്. അതിൽ അള്ളാഹ് നേരത്തെ പങ്കെടുത്ത് ഇന്നല്ലാഹ, അള്ളാഹ് കൽപ്പിച്ചുകൊണ്ട് മാറിക്കല്ല, അള്ളാഹ് ആദ്യം ഉദ്ഘാടനം ചെയ്തു. ഇന്നല്ലാഹ അവിടെ കത്തപ്പെട്ടിട്ടാണ് ലമീറിലേക്ക് ലാഫ്ത് ചെയ്തു. അള്ളാഹിന്റെ സ്വന്തം പടപ്പുകളായ ശുദ്ധാത്മാക്കൾ യുസല്ലൂന മുളാരിയായ ഫൈലാണ് എന്നതുപോലെ വന്നജ്മു വശ്ശജറു യസ്ജുദാൻ. നജ്മും ശജറും സദാ സുജൂദിലാണ്. എന്നിട്ട് നമ്മൾ പറയാം സുജൂദ് ചെയ്യാൻ വേണ്ടി കൊടുന്നാണ് മനുഷ്യനെ എന്ന്. ചിരി വരുത് പറഞ്ഞിട്ടല്ലോ. ഇവിടെ ആകെ സുജൂദിന്റെ ഒരു കളിയാണ്. ആകാശത്ത് മലക്കുകൾ, ഭൂമിയിലും മരം, ചെടിയൊക്കെ സുജൂദില്ല. എന്നിട്ട് അതിന്റെ ഇടയിൽ കൂടി നമ്മൾ മൂത്രമൊഴിക്കണേ നമ്മൾ സുജൂദ് ചെയ്യാൻ വേണ്ടി വരിക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പിന്നെ എന്റെ ചോദ്യം, പിന്നെ എന്തിനു വന്നു എന്നുള്ളതാ. പിന്നെ എന്തിനാ വന്നത്? എന്തിനാ വന്നത് ഞങ്ങള്?
ഇൽമിന് വേണ്ടിയല്ല, ഇൽമിന് വേണ്ടിയല്ല, അൽ ഇൽമിന് വേണ്ടിയാണ്. ഇൽമു അൽ ഇൽമു വ്യത്യാസമുണ്ട്. വിജ്ഞാനവും ജ്ഞാനവും വ്യത്യാസമുണ്ട്. ജ്ഞാനം വിശുദ്ധമാകാം, അവിശുദ്ധമാകാം. വിജ്ഞാനം സദാ വിശുദ്ധമായിരിക്കും. അൽ ഇൽമു എന്ന് പറഞ്ഞാൽ ജ്ഞാനമൊന്നല്ല, വിജ്ഞാനം എന്നാണ്. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം എന്നാണ് മുസ്തഫ നബി പറഞ്ഞത്. അലിഫ്ലാമിന്റെ ചെറിയ അർത്ഥമൊന്നുമല്ല, വലിയ അർത്ഥമുണ്ട്. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. അതിനെ ജ്ഞാനം എന്ന് പറയരുത്, വിജ്ഞാനം ഇസ്ലാമിന്റെ ജീവാ. അതുകൊണ്ടാണ് അൽ ഉലമാ എന്ന് പറഞ്ഞത്. അൽ ഉലമാ അൽ ഇൽമ കരസ്ഥമാക്കി യഥാർത്ഥ അലിമീങ്ങളിൽ അവര് വറസത്തുൽ അംബിയാ, അവരാണ് അംബിയാക്കളുടെ അനന്തരക്കാര്. അതുകൊണ്ടാണ് അവരെ കുറിച്ച് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത് വന്നജ്മി, താരകം പോലെ തിളങ്ങിയ നക്ഷത്രം തന്നെയാണ് സത്യം. ഇദാ ഹവാ, ഖബറിൽ മറമാടപ്പെട്ട. വന്നജ്മി എന്നുള്ളതിൽ പറഞ്ഞു ഉസ്താദ് പെടും. വന്നജ്മി, താരകം പോലെ തിളങ്ങുന്ന പണ്ഡിതൻ തന്നെയാണ് സത്യം. ഒരു അൽ ആലിമിനെ നോക്കിയിട്ട് അള്ളാഹു അൻ നജ്മു എന്നാ പറഞ്ഞു. അൽ ആലിമിനെ ഇട്ടിട്ട് അള്ളാഹു സത്യം ചെയ്യാൻ. അതിനങ്ങനെ തഫ്സീറുണ്ട്. നിങ്ങൾ എല്ലാരും കൂടി മുഖത്തോക്കി പഠിപ്പിക്കൊന്നും വേണ്ട, അങ്ങനെ തഫ്സീറുണ്ട്. വന്നജ്മി, താരകം പോലെ തിളങ്ങുന്ന ആലിം തന്നെയാണ് സത്യോ. ഇദാ ഹവാ, ഖബറിന്റെ അടിയിൽ മറമാടപ്പെട്ട. ഖബറിനടിയിൽ പോയി കിടക്കുന്ന ആലിമിനെ കുറിച്ച് അള്ളാഹ് നജ്മു എന്ന് പറയാണ്. അല്ലാഹുവേ, ഇതിൽ ആദ്യത്തെ ആള് മുഹമ്മദ് മുസ്തഫയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് മുസ്തഫ അല്ലേ. നജ്മ് എന്നാ പറഞ്ഞത്. നൂന് 50, ജീമ് 3, അബ്ജദ് കണക്കാണ്. അപ്പൊ 53 മുസ്തഫ നബി മക്കയിൽ ഉണ്ടായത് 53 കൊല്ലാണ്. മീമ 40, നുബുവത്ത് കിട്ടിയ 40ാമത്തെ വയസ്സിലാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിലുണ്ട് മുഹമ്മദ് മുസ്തഫ. അവിടുന്നാണ് ആലിമീങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഉലമാ വറസത്തുൽ അംബിയാ. കേവല ഇൽമൊന്നല്ല കേട്ടോ, കേവല ഇൽമ എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ കുറെ ആൾക്കാരെ ഡൊണേഷൻ കിട്ടിയിട്ട് ഇങ്ങനെ ഒരു എന്തൊക്കെ ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുക. അതിലൊന്നും കാര്യമില്ല. അത് പഠിക്കണ്ടെന്നല്ല, സയൻസ് നല്ലോണം പഠിക്കണം. പക്ഷെ അതില് വലിയ കഴമ്പും കാര്യങ്ങളൊന്നുമില്ല. അത് സംഗതി പൊട്ടത്തരാണ്. പൊട്ടത്തരാന്ന് മനസ്സിലാണെങ്കിൽ പൊട്ടത്തരം പഠിച്ചേക്കണം. അല്ല, പൊട്ടത്തരം മനസ്സിലാണെങ്കിൽ ആദ്യം പൊട്ടത്തരം പഠിച്ചേക്കണ്ടേ. അതിൽ കുറെ പൊട്ടത്തരാ. അത് ഇസ്തിരിപ്പെട്ടി പോലെയാണ്. കുപ്പായത്തിന്റെ ചുളി നേരാവുകയാണ്, പക്ഷെ ചൂട് കൂടിയ കുപ്പായം കിട്ടൂല. ഇവിടെ കല്യാണത്തിന്റെ ഇടയിൽ കാനയത്ത് മറന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ വന്നത് സയൻസ് പഠിക്കാനല്ല, സയൻസിലൂടെ മാരിഫത്തിലേക്ക് എത്താമായിരിക്കും. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ആയാത്തിൽ ലിൽ അൽബാബ് എത്താമായിരിക്കും. പക്ഷെ അടിസ്ഥാനം അതല്ല. ആ ഒരു ഇൽമ്, ഭക്ഷണം കഴിക്കുക, കഴിച്ചത് പുറത്ത് കളയുക, ശത്രുവിനെ തടുക്കുക, ഈ 3 കാര്യത്തിനുള്ള നമ്മളെക്കാൾ കൂടുതൽ മൃഗങ്ങൾക്കുണ്ട്. നമ്മളെക്കാൾ കൂടുതൽ മൃഗങ്ങൾക്കുണ്ട്. നമ്മൾക്ക് അവർക്കില്ല, അത്ര ഇല്ല. കാട്ടുപോത്ത് കാട്ടില് പ്രസവിക്കപ്പെട്ടാൽ തള്ളന്റെ മുമ്പ് ഓടിപ്പോകും. അതൊരു ഇൽമാണ്. കാരണം എന്താ, നമ്മളെ നാട്ടിലെ ആട് പ്രസവിച്ചാൽ ആട്ടുംകുഞ്ഞ് അടുത്ത് വെക്കും. കാരണം ആടിങ്ങനെ നാവുകൊണ്ട് നക്കിയിട്ട് അതിന്റെ ഉച്ചിഷ്ടങ്ങളൊക്കെ വെടുപ്പാക്കി കൊടുക്കും. ആ വെടുപ്പാക്കി കൊടുക്കാനും വൃത്തിയാക്കി കൊടുക്കാനും അടുത്ത് നിൽക്കണത്. നേരെ മറിച്ച് കാട്ടിൽ ജനിച്ച കാട്ടുപശു പ്രസവിക്കപ്പെട്ട ഉടനെ ഓടിപ്പോകും. കാരണം എന്താ, അതാ കുഞ്ഞിനെ നക്കാൻ വേണ്ടി നാക്ക് ഓങ്ങിയാൽ തൊലിയടക്കം ഊരിപ്പോകും മൂർച്ചുകൊണ്ട്. അതുകൊണ്ട് അവിടെ ഓടിപ്പോകും. അതൊരു ഇൽമാണ്. അതൊരു ഇൽമാണ്. അത് കാട്ടിലെ ജീവികൾക്കുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ജീവികൾക്ക് ഇൽമില്ലേ? എത്ര ഇൽമുണ്ട്. പാമ്പുകൾക്ക് ഇൽമില്ലേ? വിവരമില്ലേ? ആടുകൾക്കില്ലേ? എറുമ്പുകൾക്കില്ലേ? ചെറിയ ഉറുമ്പുകൾക്കില്ലേ? ഉറുമ്പുകൾ ധാന്യം കൊണ്ടേറ്റ് സൂക്ഷിക്കുന്ന നിങ്ങൾ കണ്ടുകളോ? ഉറുമ്പുകൾ ധാന്യം കൊണ്ടേറ്റ് സൂക്ഷിക്കുന്നത് 2 കഷ്ണാക്കിയിട്ടാണ്. 2 കഷ്ണാക്കിയിട്ടാണ്. കാരണം ഈ ധാന്യം അങ്ങനെ കൊണ്ടുവച്ചാൽ മുളക്കും, അത് വളരും എന്നത് ഉറുമ്പിനെ അറിയാം. ഇതേ ഉറുമ്പ് കൊത്തമ്പാലി സൂക്ഷിക്കുന്നത് 4 കഷ്ണമാക്കിയിട്ടാണ്. കാരണം കൊത്തമ്പാലി എന്നത് 2 കഷ്ണമാക്കിയാലും പിന്നെയും വളരുന്നതാണ്. ഇത് ഉറുമ്പിനറിയാം. അതൊരു ഇൽമാണ്. ഇത് മനുഷ്യൻ അറിയണമെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സനത് എടുക്കണം, നമ്മളെ പഠിച്ചാക്കണമെങ്കിൽ. പക്ഷെ ഉറുമ്പിന് ഇൽമ നേരത്തെ ഉണ്ട്. ഇതൊന്നും അല്ല യഥാർത്ഥ ഇൽമ. യഥാർത്ഥ ഇൽമ എന്ന് പറഞ്ഞാൽ ഖാലിഖുമായി ബന്ധപ്പെടുന്ന ഇൽമാണ്. അതിനാണ് സ്വർഗത്തിന് ഇങ്ങോട്ട് വന്നത്. ശ്രദ്ധിക്കേ, ഞാൻ വളരെ പെട്ടെന്ന് നിർത്തുട്ടാ. സ്വർഗത്തിന് ഇങ്ങോട്ട് വന്നത് അതിനാണ്. നമ്മളെല്ലാരും സ്വർഗത്തിലായിരുന്നു അല്ലേ? സ്വർഗത്തിലായിരുന്നില്ലേ? അല്ലേ?
അല്ലേ? എന്തിനാ അങ്ങോട്ട് വന്ന കാര്യങ്ങള്? സ്വർഗത്തിൽ അങ്ങനെ താമസിക്കുകയാണെങ്കിൽ മാരിഫത്ത് പൂർണ്ണാവൂല. കാരണം സ്വർഗത്തിൽ അള്ളാഹുവിന്റെ ജമാലിയത്തെ അറിയുള്ളൂ, എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സ്നേഹം, റഹ്ഫത്ത്, റഹ്മത്തെ അറിയുള്ളൂ. നരകത്തിൽ പോയാൽ അള്ളാഹുവിന്റെ അദാബേ അറിയുള്ളൂ, ജലാലിയത്തെ അറിയുള്ളൂ. അതുകൊണ്ട് മാരിഫത്ത് പൂർണ്ണാവൂല. അപ്പൊ ഇത് രണ്ടും കൂടി മിക്സഡ് ആയിട്ടുള്ള ഒരു സ്ഥലം ദുന്യാവ് മാത്രമാണ്. അപ്പൊ ജലാലിയത്തും അറിയണം, ജമാലിയത്തും അറിയണം, ഇൽമ പഠിക്കണം. അതിനാണ് ദുന്യാവിൽ വന്നത്, ഇൽമിന് വേണ്ടിയാ. അതുകൊണ്ട് ശ്രദ്ധിക്കേ പ്രിയപ്പെട്ടവരെ, മഹാനായ ഇൽമ കൊണ്ടും അമല് കൊണ്ടും ഉണ്ടാക്കുന്ന സ്മാരകം ജീവിതകാലത്തിൽ ഉണ്ടാക്കുന്ന സ്മാരകം പൊളിയൂല. ആലിമീങ്ങളുടെ കൂട്ടത്തിൽ തന്നെ അള്ളാനെ അറിഞ്ഞവരും അള്ളാന്റെ അഹ്കാം അറിഞ്ഞവരുമുണ്ട്. അള്ളാന്റെ ഹുക്മ അറിഞ്ഞവരിൽ പലരും അള്ളാനെ അറിഞ്ഞില്ല. അള്ളാനെ അറിഞ്ഞവരിൽ ചിലർ ഹുക്മ അറിഞ്ഞില്ല. എന്നാൽ അള്ളാനെ അറിഞ്ഞവരും അള്ളാന്റെ നിയമങ്ങൾ അറിഞ്ഞവരുമായ ചില പണ്ഡിതന്മാരുണ്ട്. അതിൽ മലയാളക്കരയിൽ ജീവിച്ച മഹാനാണ് പാറന്നൂർ ഉസ്താദ്. അതെന്താണ് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണമെന്ന് ചിന്തിക്കണം. അള്ളാന്റെ നിയമങ്ങൾ മാത്രം അറിഞ്ഞാൽ ഇബാദത്തിൽ ആവേശമുണ്ടാകില്ല. ആവേശമുണ്ടാകുന്നത് വാദപ്രതിവാദത്തിലായിരിക്കും, ഖണ്ഡനങ്ങളിലായിരിക്കും. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. ഇവിടെ പോകണ്ട, അങ്ങോട്ട് പോകാം. ശ്രദ്ധിക്കണം, അങ്ങനെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് നേരം വയ്യ, ഞാൻ നിർത്തണം. ഇരുന്ന് ചർച്ച. ഞാനൊന്ന് ഇരുന്ന് എന്റെ മനസ്സൊന്നും കൂടി തുറന്നു. അപ്പൊ ഒരു അരമണിക്കൂർ പറയുകയാണെങ്കിൽ ഞാൻ ഒന്ന് ഇരിക്കട്ടെ. ഇരിക്കണേ നിങ്ങൾക്ക് വിരോധം ഉണ്ടോ? നിങ്ങൾ നേരത്തെ ഇരിക്കുന്ന ആൾക്കാരല്ലേ, പിന്നെ നിങ്ങളോട് എനിക്ക് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? എന്നാ ഞാൻ ഇരിക്കും. പെട്ടെന്ന് ഇരിക്കാൻ സൗകര്യം ചെയ്തു തരണം, ഒന്ന് ഇരിക്കാൻ. എന്നാ പെട്ടെന്ന് ഞാൻ ഇരിക്കാം. ോടല്ല എന്നോടും കൂടിയാണ് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടോ. എന്നോടും വേറെ ആദ്യം സ്വന്തത്തിനോട് നടത്തണം. അല്ലാതെ വേറെ ഇങ്ങനെ വായിൽ വെള്ളം കുപ്പിളിക്കണാരും ഇങ്ങനെ അക്ഷരങ്ങൾ കുപ്പിളിച്ചിട്ട് കാര്യമില്ല. ഉള്ളിന്ന് ഉള്ളിക്ക് പോകണം. എന്നാ ഇല്ല, അതുകൊണ്ടാണ് ഇന്ന് വായന ചേട്ടിക്ക് അത്രേ ഉള്ളൂ. കൽബിന്ന് കൽബുക്കുള്ളാണ് വയല്. അള്ളാഹു താല അങ്ങനെ ഇത്യാദോടുകൂടി പറയാൻ ഞങ്ങൾക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ. ഒരു കാര്യം നമ്മളൊക്കെ മനസ്സിലാക്കണം, ഇൽമ കൊണ്ടും അമല് കൊണ്ടും ചെയ്യുന്ന സേവനത്തിനെ കവച്ചു വെക്കാൻ ഈ ലോകത്ത് ഒരു സേവനങ്ങൾക്കും കഴിയില്ല. അവരെ അനശ്വരമായി പ്രവഹിക്കും. അവരുടെ സ്മരം മുറിയില്ല, അവരുടെ സ്മരണ ഒരിക്കലും മുറിയില്ല. ലോകത്തുകൾ നോക്കുക, ഇമാമുൽ ഷാഫി ഖൽബിൽ ജീവിച്ചിരിക്കുകയാണ്, എന്നും ജീവിച്ചിരിക്കുകയാണ്, ചുമരിലല്ല. മറ്റൊരുപാട് രാഷ്ട്രീയ നേതാക്കളൊക്കെ ഉണ്ട്. ചിലപ്പോൾ അവരുടെ ഒരു രൂപം ഉണ്ടാക്കിയേക്കും, പ്രതിമ ഉണ്ടാക്കിയേക്കും, ഫോട്ടോ ഉണ്ടാവും. എന്താ നേട്ടം? കുറച്ച് കഴിഞ്ഞാൽ കാക്ക വന്നിട്ട് കാഷ്ടിക്കോ. തന്നെ പാറനുസ്താന്റെ ഫോട്ടോ ഉണ്ടാക്കി വെച്ചിട്ടില്ല, രൂപം ഉണ്ടാക്കി വെച്ചിട്ടില്ല. പക്ഷെ അവര് ഓരോ റൂമുകളിലും ജീവിച്ചിരിക്കുകയാണ്. മുത്താലിമീങ്ങളുടെ ആലിമീങ്ങളുടെ ഖൽബിൽ അവർ ജീവിച്ചിരിക്കുകയാണ്. അതാണ് ജീവിതം. അതുകൊണ്ട് അവർക്ക് മരണമില്ല. ചിന്തിക്കണേ, മഹാനായ മുഹമ്മദ് ഇദ്രീസ് ശാഫഈ അവർ ഭൂമിയിൽ നിന്ന് ഭൗതികമായി മറഞ്ഞുപോയാലും ലക്ഷക്കണക്കായ അലിമീങ്ങളുടെ മുത്തല്ലിമീങ്ങളുടെ മുഹിബ്ബീങ്ങളുടെ ഖൽബാകുന്ന കൊട്ടാരത്തിൽ രാജാവിനെ പോലെ പ്രശോഭിച്ച് തിളങ്ങുകയാ. കാരണം ഇൽമും അമലുമാണ്. എന്നാൽ മുഹമ്മദ് ഇദ്രീസ് ശാഫിയുടെ കാലത്ത് രാജാക്കന്മാരുണ്ടായിട്ടുണ്ട്, രാഷ്ട്രീയക്കാരുണ്ടായിട്ടുണ്ട്, ധനാഢ്യന്മാരുണ്ടായിട്ടുണ്ട്, ശാസ്ത്രജ്ഞന്മാരുണ്ടായിട്ടുണ്ട്. അവരുടെ പേര് ലോകത്തിനറിയില്ല. അറിയില്ല, അറിയില്ല. നിങ്ങളൊന്ന് പറയും. ഇമാമുൽ ഷാഫി റളിയല്ലാഹുവിന്റെ കാലത്ത് മിസ്ർ ഭരിച്ചിരുന്ന രാജാവിനെ അങ്ങോട്ട് പറയും. ആർക്കറിയില്ല. ഇൽമാണ് ലോകത്തെ ഏറ്റവും നിത്യ കന്യകയായി ജ്വലിച്ചു നിൽക്കുന്ന തേജസ്. മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി, അവരുടെ കാലത്ത് അന്ന് രാജ്യം ഭരിച്ചിരുന്ന ആളെ പേര് നിങ്ങോട്ട് പറയുന്നത്. അതങ്ങോട്ട് പറയും. അബൂ ഹനീഫ തന്നെ പേരറിയാത്ത കുട്ടികളുണ്ടോ? അതിൽ ഒരു വാളെ പേരല്ല, ഹനീഫ എന്ന് പറഞ്ഞ ഒരു പെണ്ണിന്റെ പേരാണ്. ഹനീഫ, ആണിനെ ഹനീഫ എന്ന് പറയില്ല, ഹനീഫ് എന്നാ പറയാ. ഹനീഫ എന്ന് പറഞ്ഞ പെണ്ണാണ്. ഏതായി പെണ്ണ്? അവരുടെ മോളാണത്. ലോകത്തൊരു വാപ്പാന്റെ കൂടെ ഒരു മോളും അറിയപ്പെട്ടു. കാരണം ഇൽമാൻ. അതിന്ന് ഏക സിവിൽ കോഡ് മുമ്പിൽ കൊണ്ടുവന്ന മുത്തശ്ശി പത്രങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞ പെൺകുട്ടിയാണ്. അള്ളാഹു താല അവർക്ക് ദർജ കൊടുക്കട്ടെ. ഇന്നിപ്പോ ഭയങ്കര ചൊറിച്ചിലാ. ഹുക്കുമിട്ടിട്ട് ഇങ്ങനെ ഓരോരുത്തർ ചോദിക്കണേ കേട്ടാല്. എന്താ നാളെ ഒരാൾ ചോദിക്കാണ്, പിന്നെ
കട്ടാല് കൈമുറിക്കണമെന്നാലോ മസല. എന്തെങ്കിലും ഇട്ടിട്ട് ഇങ്ങനെ വെള്ളം കലക്കിയിട്ട് മീൻ പിടിക്കാൻ നോക്കുകയാണ്. ബടക്കാക്കി തനിക്കാക്കാന്ന് പറയുന്നുണ്ടല്ലോ, അതന്നെ. അപ്പോ കട്ടാല് കൈ മുറിക്കണമെന്നാ മസല. അങ്ങനെ ആകുമ്പോ വ്യഭിചരിച്ചാൽ ഗുഹ്യസ്ഥാനം മുറിക്കണ്ട. എന്താ നിങ്ങൾ പറയാത്തത്? പെട്ടെന്ന് കേട്ടാതൊന്നും ശരിയല്ലേ, അതിനനുസരിച്ച് കൊണ്ട് പറയണ്ട അങ്ങനെയല്ലേ എന്ന്. അതിനാണ് ഹിക്മത്ത് പഠിക്കണമെന്ന് ഞങ്ങൾ ആദ്യം യുക്തിവാദികളോട് പറയുന്നത്. ദീനി ശരീഅത്തിന്റെ ഹുക്കുമിന് ഹിക്മത്തുണ്ട്, നിങ്ങൾ വായിച്ച് പഠിക്കണം. നിങ്ങളിതിങ്ങനെ ബുഖാരിയിലില്ലല്ലോ ഖുറാനിലില്ലല്ലോ എന്ന് പറഞ്ഞാൽ പോരാ. ഹുക്കുമിന് ഹിക്മത്തുണ്ട്, അത് പഠിക്കണം. എന്താണ് ഹദ് എന്ന് പറഞ്ഞാൽ? എന്താ തഖ്വീഫ എന്ന് പറഞ്ഞാൽ ഇനി മേലാൽ ഒരാൾ കക്കരുത് എന്ന് അതിന്റെ അർത്ഥം. നമ്മൾ പഴയ കാലത്ത് കൊപ്ര ഉണക്കാത്ത സ്ഥലത്ത് കാക്കനെ കെട്ടി തൂക്കല്ലേ കൊന്നിട്ട്, അല്ലേ? അപ്പൊ അങ്ങനെ കൊപ്ര ഒന്നും ഉണക്കാടല്ലേ, കാരണം ഇപ്പൊ പണി കേരളത്തിലില്ല, പണിയെടുക്കണൊക്കെ ബംഗാളികളാണ്. നമ്മളെ കുട്ടികളൊക്കെ പിന്നെ പണ്ടം പണയം വെച്ചിട്ട് പുട്ടുന്നിട്ട് അമ്പക്കം വിട്ടിട്ട് അങ്ങാടിയിലിരിക്കുകയാണ്. എല്ലായിടത്തും ഇളകി പണിയെടുക്കണം വേർക്കണൊക്കെ ബംഗാളികളാണ്. അതുകൊണ്ട് ഇപ്പൊ അധ്വാനിച്ച് പണിയെടുക്കണതിന്റെ പഴയകാല ചിത്രം പറഞ്ഞാൽ മനസ്സിലാവൂല. എന്നാലും ആ കൊപ്ര ഉണക്കാട്ട കാലങ്ങൾ മറന്നോ? അപ്പൊ ഒരു കാക്കനെ കെട്ടി തൂക്കിയിട്ടില്ലേ? എന്തിനാന്നറിയോ? ഇനി ഏതെങ്കിലും കാക്കൻ കണ്ട് പറയുന്ന അതായിരിക്കും ഗതി എന്നാണ് പറഞ്ഞത്. ഇസ്ലാമിലെ ഹദ് എന്ന് പറഞ്ഞാൽ ആ സ്ഥാനത്താണ്. ഒരു കട്ട ഒരാളൊരു ഒരു 25,000 റുപ്യ കട്ടും, അല്ലെങ്കിൽ ഒരു 10 പാവം കട്ടും. ഓന്റെ കൈ ശരീഅത്തിൽ ഇസ്ലാമിക ശരീഅത്തുള്ളിടത്ത് കട്ട് ചെയ്താൽ, ഇവിടെ അല്ലട്ടോ ശരീഅത്തുള്ളിടത്ത് കോടതി അവിടെ കട്ട് ചെയ്താൽ, ഇവൻ ഈ മുറിയാൻ കൈയേറ്റ് അങ്ങാടി കറങ്ങുമ്പോ എല്ലാവരും ഇതാണ് കാണും. അപ്പൊ ഇങ്ങനെ കക്കാൻ ആഗ്രഹിച്ച ഒരുപാട് ആളുകൾ ആ അങ്ങാടിയിൽ ഉണ്ടാവും. ഓല് ഇവനോ കണ്ടിട്ട് ചോദിക്കും, ഇവൻ ഇന്നലെ മുഴുവൻ കൈ ഉണ്ടായിരുന്നല്ലേ, ഇന്ന് ഇവന്റെ പകുതി കൈ എവിടെ പോയെന്ന് വെച്ചാൽ ആള് പറയും, അവ മൊബൈൽ കട്ടിട്ട് കോടതി മുറിച്ചാന്നല്ലോ ഈ അറിഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ ഇവൻ മറ്റവനെ തോണ്ടിയിട്ട് പറയും, എന്നാ പിന്നെ നമ്മള് കക്കണ്ടെന്ന് പറയും. അതിനാണ് അവിടെ നിങ്ങൾ ചിന്തിക്കേ, ഈ സംഗതി പുറത്ത് കാണണം, കൈ പുറത്ത് കാണും, അതുകൊണ്ട് കട്ട് ചെയ്യണം. നേരെ മറിച്ച് വ്യഭിചരിച്ച ഒരാളുടെ ഗുഹ്യസ്ഥാനം മുറിച്ചാൽ അത് ആരാ പുറത്ത് കാണുക? കാണെങ്കിലും മാടി പിടിച്ച് നടക്കണ്ടേ? ഈ പൊട്ടത്തിനും പറയാൻ ശരീരത്തിന് കിട്ടുമെന്ന് നിങ്ങളിങ്ങനെ പാറപ്പുറത്ത് നിന്നിട്ട് ഓരോന്ന് ചിന്തിക്കുക, എന്നിട്ട് ഞങ്ങളെ കൊഞ്ഞനം കാണിക്കുക. അതിനെ കുട്ടി എന്റെ ഹിക്മത്ത് പഠിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവര് എന്തിക്കാ ഇതിനൊന്നും മറുപടി അറിയാൻ ആർക്കും കഴിയില്ല. ഇതിനൊക്കെ മറുപടി പഠിച്ചിട്ട് ഞങ്ങൾ സ്റ്റേജിൽ കയറാൻ തുടങ്ങി. ആ വിവരം ഞങ്ങളെടുത്ത് ഇതിനൊക്കെ മറുപടി പഠിച്ചിട്ട് ഞങ്ങൾ ഇത് അള്ളാന്റെ നിയമ. അത് ഈ മുസ്ലിമാണോന്നില്ല, ഏത് നിഷ്പക്ഷവാദിയും ചിന്തിച്ചാൽ അതാണ് ശരിയെന്ന് പറഞ്ഞ് പൂവിട്ട് പൂജിക്കുന്ന നിയമങ്ങളാണ് അള്ളാഹുവിൻ്റെത്. ഇതൊരു നിരക്ഷരൻ പാറപ്പുറത്ത് കയറിയിട്ട് അനുമാനിച്ചുണ്ടാക്കിയ ഭാവനകളല്ല, ഇത് അള്ളാന്റെ തീരുമാനമാണ്. അതാണ് ഇവിടെ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഓർമ്മപ്പെടുത്തിയത്. അള്ളാഹു ജിബ്രീലിന് കൊടുത്തു, ജിബ്രീൽ അമ്പിയാക്കൾക്ക് കൊടുത്തു, അമ്പിയാക്കൾ നാസിന് കൊടുത്തു, മനുഷ്യർക്ക് കൊടുത്തു. എന്നാൽ ജിബ്രീൽ അലൈഹിസ്സലാമിനേക്കാൾ വിവരമുള്ളവനാണ് നബിയുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ. നീ ആ വാക്കുകൊണ്ട് തെറ്റിദ്ധരിക്കണ്ട. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തതല്ലേ മുത്തുനബിക്കുള്ളൂ. അതുകൊണ്ട് ഇൽമിൽ മുത്തുനബി ജിബ്രീലിന്റെ മഅ്മൂമല്ലേ എന്ന് തെറ്റിദ്ധരിക്കണ്ട. കാരണം ജിബ്രീല് ചോട്ടാത്ത, ജിബ്രീല് പോകാത്ത, ജിബ്രീല് നിൽക്കാത്ത, ജിബ്രീൽ ഒരു കാലടി അങ്ങോട്ടെടുത്ത് വെച്ചാൽ ഒരുക്കി പോകുന്ന സ്ഥലത്ത് നിന്ന് തുടങ്ങുന്നതാണ് മുത്തനബിയുടെ ഇനി ഞാനൊരു അടിയങ്ങ് നടന്നാൽ, ഒരു ചണങ്ങ് മുന്നോട്ട് വന്നാൽ ഞാൻ അങ്ങ് കരിഞ്ഞു പോകുന്നതാണ് നബിയേ എന്ന് പറഞ്ഞിട്ട് വെപ്രാളപ്പെട്ടുകൊണ്ട് ഭയവിഹ്വലനായി പതറി പിന്മാറിയ സ്ഥലത്ത് അള്ളാന്റെ റസൂൽ ഇടറാതെ ചിതറാതെ പതറാതെ പടച്ചവന്റെ രഹസ്യമായ അധികാര സ്വഭാനത്തിൽ ഉന്നതിയുടെ പട്ടം കെട്ട റഹീമായ റഹ്മാനായ റബ്ബ് ഹബീബായ മുത്തുനബിയെ വിളിച്ചെങ്കിൽ ജിബ്രീലിന്റെയോ എത്രയോ മേലെയാണ് മുഹമ്മദ് മുസ്തഫ. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം മുസ്തഫ നബിയുടെ മുമ്പിൽ എന്നാണ്ട് ഓതി കൊടുത്തു. അപ്പൊ കാഫ് നോദിയപ്പോ റസൂൽ പറഞ്ഞു അലിംതു, അലിംതു, യാ അലിംതു, ഐൻ അലിംതു, സ്വാദ് അലിംതു. അപ്പൊ ജിബ്രീൽ ചോദിച്ചു, നിങ്ങൾക്ക് എവിടുന്നത് കിട്ടിയത്? എനിക്കറിയില്ലല്ലോ. അതാണ് മുഹമ്മദ് മുസ്തഫ.
പറഞ്ഞോളൂ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനിത് പറഞ്ഞത് സാദിഖ് അലി തങ്ങള് അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാമിന് കൊടുത്തു, ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബിക്ക് കൊടുത്തു എന്ന് പറയുമ്പോ അപ്പൊ ജിബ്രീലിന്റെ ഇൽമ മുത്തുനബിക്കില്ലേ എന്ന് തെറ്റിദ്ധാരണ വരണ്ട എന്ന് കരുതിയാണ്. മുത്തുനബി ജിബ്രീലിന്റെയും എത്രയോ മേലെയാ. അല്ലാഹു മുത്തുനബിയുടെ ബർക്കത്തോണ്ട് നമ്മളെ കബൂലാക്കട്ടെ. ഒന്നാമേ പറയും. ഞാൻ പറഞ്ഞത് അബൂ ഹനീഫ എന്ന പേരങ്ങോട്ട് പറയുമ്പോ ഒരു വാപ്പാനെയും മോളിയും കൂടി ലോകം അറിയപ്പെടുകയാണ്. എന്താ മോൾക്കുള്ള പ്രത്യേകത അറിയോ? എല്ലാവരും ഒന്ന് മനസ്സിലാക്കിച്ചോളി. അബൂ ഹനീഫ റളിയല്ലാഹു, അബൂ ഹനീഫ നല്ല പേര്. അവരുടെ അന്നത്തെ പെണ്ണുങ്ങൾ, ഇന്നത്തെ യുക്തിവാദികൾ ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം? അന്നത്തെ പെണ്ണുങ്ങൾ എന്നിട്ടൊരു മസല ചോദിച്ചു. ഉസ്താദേ, ഒരാണിന് 4 പെണ്ണുങ്ങളെ വിവാഹം കഴിക്കല്ലേ എന്ന് ചോദിച്ചു. കഴിക്കണോന്നല്ല, നമ്മളിപ്പോ ഈ മുറവിളി കേട്ടാ തോന്നുന്നു നമ്മളൊക്കെ ഇസ്ലാം അൽ ബാബുൽ അവ്വലു അന്നിക്കാഹു അൽ ബാബു താനി അത്വലാഖു ഇങ്ങനെ പോണു തോന്നിപ്പോകും ഈ വെല്ലുവിളി പ്രസംഗമൊക്കെ കേട്ടാൽ. ഇത് കല്യാണം കഴിക്കാനും മുത്തലാഖല്ലാനും വേണ്ടി മാത്രമുള്ള ഒരു മതം തോന്നിപ്പോകും. 4 പെണ്ണ് കെട്ടണമെന്നല്ല, കെട്ടാം. നമ്മൾ ഈ ചുമരുമ്പലൊക്കെ ഹോസ്പിറ്റലൊക്കെ എഴുതിച്ചിട്ടുണ്ടാവും ഇവിടെ തുപ്പാന്ന് എന്ന് പറഞ്ഞാൽ കയറി എന്നാണ് അവിടെ തുപ്പണമെന്നല്ല പറഞ്ഞത്. നിങ്ങൾ വായിച്ചില്ലേ? ഇവിടെ തുപ്പാന്ന് വായിച്ചിട്ടില്ലേ? നിങ്ങൾ വായിച്ചുകണോ? ഇവിടെ മൂത്രമൊഴിക്കുവാന്ന് വായിച്ചുകണോ? അതും വായിച്ചിട്ടില്ലേ? എന്നാ പിന്നെ ഒന്ന് വായിച്ചുകൊണ്ട് വരും എല്ലാവരും കൂടി. അതല്ലേ, അങ്ങനെ ഒന്നും വായിച്ചിട്ടില്ലേ? ഒരു സ്ഥലത്ത് വായിച്ചു ഇവിടെ തുപ്പുക ഇവിടെ മൂത്രമൊഴിക്കുവാന്നൊക്കെ എഴുതിച്ച് വായിച്ചിക്കണോ? അതിന്റെ അർത്ഥം അവിടെ പോരൊക്കെ മൂത്രമൊഴിക്കണം എന്നതുപോലെ 4 കെട്ടാം. ആർക്കെങ്കിലും സൗകര്യങ്ങളൊക്കെ ഒത്താൽ അതിന്റെ അപ്പുറം പോരുന്ന അതിന്റെ മാന. എല്ലാരും കൂടി 4 കെട്ടണമെന്നല്ല, അതവിടെ ഇരിക്കട്ടെ. അപ്പൊ അബൂ ഹനീഫ റളിയല്ലാഹു എന്നിട്ട് അന്നത്തെ ചില പെണ്ണുങ്ങള് ഇതേ യുക്തിവാദികളുടെ ചോദ്യം, അവർ യുക്തിവാദികളല്ല, നല്ല ഈമാനുള്ള ആളുകളാ, പക്ഷെ കൺഫ്യൂഷൻ വന്നപ്പോ തീർക്കാൻ വന്നതാ. ചോദിച്ചു, ഉസ്താദേ, ഒരാണിന് 4 പെണ്ണുങ്ങളെ വിവാഹം കഴിക്കാം അല്ലെ? അതെ കഴിക്കാം. എന്നാ ഒരു പെണ്ണിന് എന്തുകൊണ്ട് 4 ആണുങ്ങളെ കഴിച്ചുകൂടാ? ഈ ബഹുഭാര്യത്തെ മുമ്പോട്ട് കൊണ്ടുവന്ന മുഴുവൻ ആളുകളും മുസ്ലിമീങ്ങളെ ചെറുപ്പക്കാരെ ഈമാൻ വസ്വാസാക്കട്ട് പഠിപ്പിക്കണ ഓലപ്പാമ്പ് ഒന്നിതാണ്. ഇത് കേട്ടാ തോന്നുന്നു ഇതിനൊന്നും ആർക്കും മറുപടി തരാൻ കഴിയില്ല. ഈ കിതാബൊക്കെ വായിച്ചു പഠിച്ചിട്ടാണ് ഞങ്ങൾ ഈ സ്റ്റേജിൽ കയറാൻ തുടങ്ങിയത്. അതിന്റെ മറുപടിയൊക്കെ നേരത്തെ ഞങ്ങളെ ബ്രെയിലിൽ ക്ലിക്കായിട്ടുണ്ട്. അതൊന്നും ഫോം വിളിച്ച് ചോദിക്കൂലല്ലോ, കണ്ട് ഇറങ്ങല്ലേ കത്തിയും പടി എടുത്തിട്ട്. ഇതൊക്കെ നേരത്തെ ഈ പെൺകുട്ടി തീർത്ത മറുപടിയാണ്. അബൂ ഹനീഫ മോള് ഹനീഫ പെണ്ണാണ്. ആൺകുട്ടികൾക്ക് ഹനീഫ എന്ന് പറയുന്നത് ഹനീഫ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. റഷീദ എന്ന് പെണ്ണ് റഷീദ് ആണ് അല്ലേ? മഷറ എന്ന് പറയുന്നത് ഭംഗിയല്ല, മഷർ എന്നാണ്. മഷറെ മുഹന്നസാകേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് അവിടെ ഇരിക്കട്ടെ. അപ്പോ ഹനീഫ ഹനീഫ ഉണ്ടോ? ഈ കുട്ടി ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഈ പെണ്ണുങ്ങൾ വന്നിട്ട് സംശയം ചോദിച്ചാണ്. എന്താ ഉസ്താദേ, ഒരാണിനെ 4 പെണ്ണുങ്ങളെ വിവാഹം കഴിക്കാം, അപ്പൊ ഒരു പെണ്ണിനെ എന്തുകൊണ്ട് 4 ആണുങ്ങളെ വിവാഹം കഴിച്ചുകൂടാന്ന്? അബൂ ഹനീഫ റളിയല്ലാഹു പെട്ടെന്നൊരു ചോദ്യമല്ലേ, എന്ത് ഖുർആൻ നോക്കിയിട്ട് മറുപടി അറിയാം. അവര് ഇസ്തിംബാത്ത് ഒക്കെ ചെയ്യും. അപ്പൊ അബൂ ഹനീഫ റളിയല്ലാഹു പറഞ്ഞു, അതിന് ഞാൻ നാളെ മറുപടി പറഞ്ഞുതരാം. അതിൽ ഈ പെൺകുട്ടി അടുത്തിരിക്കുന്നത് ഹനീഫ, അവരെ മോളാണ്. അവര് പറഞ്ഞു അദബു ആണല്ലോ, അടിസ്ഥാന അദബാണ്, അടിസ്ഥാന അദബാണ്. ലൈസൽ യതീമുൽ ലദീ മൻ മാത വാലിദുഹു ഇന്നൽ യതീമ യതീമുൽ ഇൽമി വൽ അദബി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിം. ലോകത്തെ ഏറ്റവും പ്രധാന അദബാണ്. ഈ കവി വല്ലാത്തൊരു അർത്ഥഗാംഭീര്യമുള്ള വരിയാണ് പറഞ്ഞത്. ലോകത്തെ ഏറ്റവും വലിയ യതീം വാപ്പല്ലാത്തവനല്ല എന്നാ കവി പറയണത്. എനിക്കും അത് ശരിയാന്ന് തോന്നിയിട്ടുണ്ട്. ലോകത്തെ അനാഥൻ യതീം കുട്ടി എന്ന് പറഞ്ഞാൽ വാപ്പല്ലാത്തവനല്ല. കാരണം ഓനെ നോക്കാൻ പലരും ഉണ്ട് സമൂഹത്തില്. യതീം ഖാനുണ്ട്. യതീം ഖാനേക്കൊന്നും ഇപ്പോ അരി നേർച്ചാക്കിയിട്ട് എടുക്കണില്ല. നമ്മൾ കൊണ്ടുകൊടുത്താൽ പറയാണ് അട്ടിയായിട്ട് അരി എടുക്കണുണ്ടില്ലേ, അതിന്റെ മേലെ മിഞ്ഞാന്നൊരാളെ അങ്ങോട്ട് എല്ലു ഒടിച്ചിക്കണം, ഇഞ്ഞ ഉടുക്ക കൊടുന്ന് ഓട്ടണോ നോക്കണം. അത്രയും അരി കിട്ടുന്നുണ്ട്, പഞ്ചസാര കിട്ടുന്നുണ്ട്, അത്രയും പച്ചക്കറി കിട്ടുന്നുണ്ട് യതീംഖാനയ്ക്ക്. പക്ഷെ ലോകത്തെ ഏറ്റവും വലിയ യതീം ആരാന്നറിയങ്ങള് അദബില്ലാത്തവനാണ്. ഓനെ നോക്കാൻ യതീംഖാനില്ല, ശൈത്താൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാ ലോകത്തെ ഏറ്റവും അതിന്ന് പൊളിഞ്ഞാണ് കേരളത്തിന്റെ ഈ അവസ്ഥക്ക് കാരണം. അത് ആര് പൊളിച്ചാലും അവരെ അള്ളാഹു തആല നന്നായി കൊടുക്കട്ടെ. ആരാന്നൊക്കെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് ഇറങ്ങണില്ല. അദബ് ബേസാ കൂട്ടെ. അദബിന്റെ മേലുള്ള ഇൽമു അമലെ അംഗീകരിക്കപ്പെടുള്ളൂ. അല്ലാത്ത ഇൽമു ഇപ്പൊ ഇബ്ലീസിന് ഇല്ലാത്തതുകൊണ്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒന്നാമയും പറയാം അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒന്നും കൂടി ആമയും പറയാം അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ അബൂ ഹനീഫ റളിയല്ലാഹു മോള് പറഞ്ഞു, അപ്പേ അതിന് മറുപടി ഞാൻ പറഞ്ഞോളാം, നിങ്ങൾ സമ്മതം തരികയാണെങ്കിൽ തട്ടിക്കേറി പറഞ്ഞില്ല, നിങ്ങൾ സമ്മതിച്ചാൽ അതിന് മറുപടി ഞാൻ പറഞ്ഞോളാം. അപ്പൊ അബൂ ഹനീഫ റളിയല്ലാഹു പറഞ്ഞു, ഞാൻ നാളെ എടുത്തേക്കണ്ട മോളാണ്ട് പറഞ്ഞോളിന്ന്.
ഈ കുട്ടി ആ പോയ പെണ്ണുങ്ങളെ കണ്ട് തിരിച്ചു വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒരാണ് 4 പെണ്ണുങ്ങളെ വിവാഹം കഴിച്ചാൽ അതിലൊരു പ്രശ്നം വരാനില്ല. കാരണം ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം, ഞാനിപ്പോ 4 ഭാര്യമാരുള്ള ഭർത്താവ് വന്ന് കൂട്ടിക്കോളി ഇല്ലട്ടോ, ഞാൻ 4 കെട്ടിയാളെന്ന് ആള് പറഞ്ഞെന്ന് പറയാൻ നിൽക്കണ്ട, ഫേസ്ബുക്കിൽ ഇടാൻ നിൽക്കണ്ട. ഉള്ള ഒന്നിന്റെ അടുത്തേക്ക് തന്നെ മര്യാദക്ക് പോകാൻ എനിക്ക് സമയമില്ല. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. അപ്പൊ 4 ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ 4 ഭാര്യമാരിലൂടെയും കുട്ടികളുണ്ടായി. ഈ കുട്ടികളോടൊക്കെ പുറത്തുനിന്ന് ആരെങ്കിലും ചോദിച്ചു, എന്റെ വാപ്പാരാ? ജലീൽ റഹ്മാനി. മറ്റേ ഭാര്യയിലുണ്ടായ കുട്ടിനോട് ചോദിച്ചു, എന്റെ വാപ്പ ജലീൽ റഹ്മാനി. അപ്പൊ എന്റെ വാപ്പ ജലീൽ റഹ്മാനി. അപ്പൊ എന്റെ വാപ്പ എല്ലാവർക്കും വാപ്പാനെ പറയാ അല്ലേ? നേരെ മറിച്ച് എന്റെ ഭാര്യ എന്ന് ഞാൻ പറയണ അവലക്ഷണ. ഏതൊരു പെണ്ണ് 4 ഭർത്താക്കന്മാരെ സ്വീകരിച്ചു എന്ന് കൂട്ടുക. ആ 4 ഭർത്താക്കന്മാരിലൂടെ ഈ പെണ്ണിന് കുട്ടികളുണ്ടായി. പുറത്തുനിന്ന് ആരെങ്കിലും ചോദിച്ചു, എന്റെ വാപ്പാരാ? വാപ്പ ജലീൽ റഹ്മാൻ. ഞാൻ ഉസ്താദ് അബ്ദുൽ വാരി വാക്കവി ആവാനും സലീം ദാരിമി ആവാനും ഹംസബൈസ് ആവാനും സാധ്യതയുണ്ടെന്ന് അറിയാം. കാരണം ഒറ്റ വണ്ടി 4 ഡ്രൈവർമാരുമാണ്. എന്നിട്ടാണ് ഇപ്പൊ ശരീരത്തിന് കുത്താൻ നടക്കുന്നത്. നിങ്ങൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഇങ്ങോട്ട് വരും ഞങ്ങളുടെ അടുത്ത്. ഞങ്ങൾ ഒലിമ്പിയാണ്ട് വിട്ടാല് ഉരുള കുപ്പേരി മാരി കിട്ടും. എന്നിട്ട് ഇപ്പം പറയാ അത് വിരോധാഭാസല്ലേ? അല്ല, വാപ്പാനെ തീരുമാനാവില്ല, അതുകൊണ്ട് ശരീരത്തിലേ ഇല്ലാത്തത്. ഇത് ഞാൻ നേരത്തെ കൈകാര്യം ചെയ്ത വിഷയങ്ങളാണ്. ഇത് നേരത്തെ കൈകാര്യം ചെയ്ത വിഷയം. ഇത് പുതുമുള്ള ഒരു ആനക്കാരിയൊന്നുമല്ല. അതൊക്കെ നിഷ്പക്ഷമായിട്ട് ഇത് പഠിക്കുക, എന്നിട്ട് പുസ്തകം എഴുതുക, എന്നിട്ട് പേന ഉന്തിങ്ങള്, എന്നിട്ട് മുത്തശ്ശി പത്രങ്ങളിൽ കൊടുക്കുകയും. അല്ല, നിങ്ങൾ ഇങ്ങനെ ബുദ്ധിജീവികളായിട്ട് ഭ്രാന്തനാക്കി പറയല്ല. ഇതിലൊക്കെ ഒരു ഹുക്മിന് ഹിക്മത്ത് ഉണ്ട്, അത് പഠിക്കേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ചിന്തിക്കണേ, നിങ്ങൾ മനസ്സിലാക്കി. ഇത് ഞാൻ എടുത്തിടാൻ കാരണം നേരത്തെ ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങൾ പാപ്പ പാറന്നൂർ ഉസ്താദിനെ കുറിച്ച് പറഞ്ഞു. ഏത് ഹുക്കുമും നിഷ്പക്ഷമായി ചിന്തിച്ചാൽ നമ്മൾ മനസ്സിലാക്കാത്ത ഒരുപാട് രഹസ്യങ്ങൾ ഉണ്ടാകുമെന്ന് കേൾക്കുമ്പോൾ തോന്നും അത് വെറുതെ പറയുകയാണോ? അല്ല. ഇപ്പോൾ വിമർശനത്തിന് വിധേയമാക്കപ്പെട്ട ഏത് നിയമങ്ങൾ എടുത്താലും അതിന്റെ കോൾസാരം പരിശോധിച്ചാൽ സ്വദഖ്ത യാ റസൂലല്ലാഹ് എന്ന് മദീനയിലേക്ക് തിരിഞ്ഞുകൊണ്ട് സലാം പറയുന്നതാണ്. ഏത് കാര്യമാണെങ്കിലും. അതുകൊണ്ട് ചെറുപ്പക്കാരെ, ഇസ്ലാമിന്റെ അകക്കാമ്പ് പഠിക്കുക, മാരിഫത്തിലേക്ക് വരിക, അള്ളാന്റെ നിയമങ്ങൾ പഠിക്കുക, അള്ളാനെ കുറിച്ച് മനസ്സിലാക്കുക. തൻസീലുൽ അസീസിർ റഹീം കണ്ടോ? പരിശുദ്ധമായ ഖുർആനിനെ കുറിച്ച് പറഞ്ഞത് അത് അസീസും റഹീമുമായ അല്ലാഹുവിൽ നിന്ന് ഇറങ്ങിയതാണ്. എന്താണ് ഈ 2 ഇസ്മുകൾ ഒപ്പം പറയാനുള്ള കാരണം? അസീസ് എന്ന് പറഞ്ഞാൽ അവന് ആരുടെയും ആവശ്യമില്ല, സ്വയം പ്രതാപശാലിയാണ്, സ്വയം വീര്യമുള്ളവനാണ്, സ്വയം നിലവാരമുള്ളവനാണ്. അപ്പോൾ അവനൊരു ഖുർആൻ ഇറക്കേണ്ട ആവശ്യമില്ല, അമ്പിയാക്കളെ പറഞ്ഞേക്കേണ്ട ആവശ്യമില്ല. കാരണം അവന് ഖുർആൻ ഇറക്കിയിട്ട് നമ്മൾ ത്വാഅത്തിലായാൽ ഇബാദത്ത് ചെയ്താൽ അവനതുകൊണ്ട് യാതൊരു നേട്ടവും ഇല്ല. എന്നിട്ടും അവൻ ഖുർആൻ ഇറക്കി. കാരണം റഹീം, അവൻ റഹീമുമാണ്. ലല്ലാഹു അർഹമു ബിഇബാദിഹി മിനൽ വാലിദത്തി ശഫീഖത്തി ബിവലദിഹാ. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹു വലിയ ഔദാര്യവാനാണ്. അത് അല്ലാഹു നമുക്ക് നൽകട്ടെ. അള്ളാന്റെ അഡ്രസ്സാണ് ഖുർആന്റെ ആദ്യം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് അഡ്രസ്സാണ്. അത് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ കുഴപ്പം നമ്മളെടുത്താണ്. ഒരു വിദഗ്ധനായ ഡോക്ടർ എഴുതിച്ചു, ഡോക്ടർ അംസക്കോയ. എന്നിട്ട് അതിന്റെ ക്വാളിഫിക്കേഷൻ അടിയിൽ എഴുതിച്ചു. നമ്മൾ പോയി ട്രീറ്റ്മെന്റ് നടത്തി, മരുന്ന് വാങ്ങി, മാറിയിട്ടില്ലെങ്കിൽ ഡോക്ടറെ കുറ്റം പറയേണ്ട, പത്തില്ലാത്ത നമുക്ക് കുഴപ്പമുള്ളത് എന്ന പോലെ അള്ളാഹുവിന്റെ അഡ്രസ് എഴുതിച്ചു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് ക്വാളിഫിക്കേഷനാണ്. നമുക്ക് റഹ്മത്ത് കിട്ടുന്നില്ലേ, റഹ്മാനിയത്ത് കിട്ടുന്നില്ലേ, റഹീമിയത്ത് കിട്ടുന്നില്ലേ, പുറത്ത് കിട്ടുന്നില്ലേ, ഇഖ്ലാസ് കിട്ടുന്നില്ലേ? മനസ്സിലാക്ക, പഥ്യം ഉണ്ടായിട്ടില്ല. അതാണ് പഥ്യത്തേക്ക് വന്ന ഒക്കെ റെഡിയാണ്. അല്ല എന്താ 400 ഷുഗറായിട്ട് ഞങ്ങളെ നാട്ടിൽ നിന്ന് ഒരാൾ ഡോക്ടറെ കാണാൻ വേണ്ടി പോയി. 3 നേരം ഗുളി കൊടുത്തു, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ഇയാളത് കഴിഞ്ഞ ഉടനെ ഹോട്ടലിൽ കയറിയിട്ട് പായസത്തിൽ മധുരം കുറവായപ്പോ വേറെ വാങ്ങി കൂട്ടിയിട്ട് കുഴച്ചിട്ട് ആ പായസം കുടിച്ച് അപ്പുറം പോയിട്ട് അലു കൊടുത്തിട്ട് ആ പഞ്ചാരി കുത്തിയിട്ട് പിന്നെ തിന്നു. എന്നിട്ട് മരുന്നായിട്ട് കൊടുത്ത ഡോക്ടറെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലാഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു. നമുക്ക് കിട്ടുന്നില്ല, പത്തില്ല. പത്യത്തിലേക്ക് വന്നാൽ റെഡിയാ, പത്യത്തിലേക്ക് വന്നാൽ റെഡിയാ. എന്താണ് പത്യം? അതുകൊണ്ടാണ് മഹാനായ പാറന്നൂർ ഉസ്താദിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്, അള്ളാന്റെ നിയമങ്ങൾ അറിഞ്ഞാൽ വാദപ്രതിവാദം നടത്തും, ഖണ്ഡനം നടത്തും. അത് ആവശ്യമാണെങ്കിൽ വേണ്ടതാണ്. പക്ഷേ പാതിരാവിന്റെ ഉള്ളറയിൽ ജനങ്ങൾ ഉറങ്ങുമ്പോ
അല്ലാ എന്ന ഓർമ്മയിൽ എണീറ്റുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ ഒരു ആലിമിനെ കഴിഞ്ഞാൽ അത് അല്ലാഹനെ അറിഞ്ഞവനുമാണ്. നമ്മുടെ ആലിമീങ്ങളൊക്കെയും അങ്ങനെയാണ്, സകല ആലിമീങ്ങളും അങ്ങനെയാണ്. ഞാൻ കേട്ടിട്ടുണ്ട്, മഹാനായ പാറന്നൂർ ഉസ്താദിനെ കാണാൻ പ്രിയങ്കരനായ ഒരു ശിഷ്യന് വന്നു. ആ ശിഷ്യനോട് പാറന്നൂർ ഉസ്താദ് ചോദിച്ചത്, നീ ഒരു ദിവസം എത്ര സുജൂദ് ചെയ്യുന്നുണ്ട് മോനെ? സാധാരണ ഒരു ശിഷ്യ ഉസ്താദിന്റെ അടുത്തേക്ക് വന്നാല് ആദ്യത്തെ മാസത്തിലൊക്കെ 1-ാം തീയതി കഴിഞ്ഞ് വന്നാൽ നമ്മളൊക്കെ ചോദിക്കൽ എന്താ, എത്ര കിട്ടിയെന്നാ ചോദിക്കല്. ശമ്പളം എത്ര ഉണ്ട്, സെക്രട്ടറിന്റെ സ്വഭാവം അങ്ങനെ ഉണ്ട്, പ്രസിഡന്റ് എനിക്കിപ്പോ മാറിയോ, ഖജാഞ്ചി വരവുണ്ടോ, പിന്നെ പുറത്തുനിന്ന് എന്തെങ്കിലും ഉണ്ടായാലുണ്ടോ എന്ന് പറഞ്ഞാൽ മൗലൂദും പരിപാടി ഉണ്ടോന്ന്. അതിപ്പോ പാറന്നൂർ ഉസ്താദിനെ ചോദിക്കാമല്ലോ അല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ നമുക്കൊക്കെ അങ്ങനെ ചർച്ചയാണ്. ശമ്പളം എത്ര? 5000. കിമ്പിൾ എത്രയെന്ന് നോക്കും ചെല്ലും. കിമ്പിൾ എത്രയെന്ന് വെച്ചാൽ ഈ ഹാരിജേറ്റ് വരുന്ന കാര്യത്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അത് ചോദ്യം ഹറാമൊന്നുമല്ല, ഹലാൽ തന്നെയാണ്. പക്ഷെ പാറന്നൂർ ഉസ്താദ് ചോദിച്ചാൽ അങ്ങനെ ഒന്നുമല്ല. കുട്ടി വന്നപ്പോ സലാം അടക്കിയിട്ട് പറഞ്ഞു, അല്ല ഇജ്ജ് പോലീസ് എത്ര സുജൂദ് ചെയ്യുന്നുണ്ട് എന്ന്. ഓ, തന്റെ ശിഷ്യനെ, ബിരുദധാരിയായ ശിഷ്യൻ കാണാൻ വരുമ്പോഴേ ഒരു ദിവസം നീ എത്ര സുജൂദ് ചെയ്യുന്നുണ്ടെന്ന് ഒരാൾ ചോദിക്കണമെങ്കിൽ അയാളെ കൽബും റബ്ബും തമ്മിലുള്ള ബന്ധം എത്ര ആയിരിക്കും? അള്ളാഹു അവർക്ക് മഫ്റത്ത് കൊടുക്കട്ടെ, അവർക്ക് ദർജ ഉയർത്തി കൊടുക്കട്ടെ. അപ്പൊ ഇത് ഒരു മുൻധാരണ ഇല്ലാത്തൊരു ചോദ്യമല്ലോ. അതുകൊണ്ട് സുജൂദ് എണ്ണാനെ കഴിഞ്ഞില്ലെന്നപ്പോ ഉസ്താദ് പറഞ്ഞാലോ, ഏറ്റവും ചുരുങ്ങിയത് ഒരു ആലിം ഒരു ദിവസം 100 സുജൂദ് ചെയ്യണമെന്നോ. 100 സുജൂദ് ചെയ്യണമെങ്കിൽ എത്ര റക്അത്ത് ഫർളിന് പുറമെ സുന്നത്ത് നിസ്കരിക്കേണ്ടി വരും? 100 സുജൂദ് 17 റക്അത്തല്ലേ ഫർളുള്ളൂ അല്ലേ? ഇവിടെ അങ്ങനെ തന്നെ അല്ലേ? അതിലിപ്പോ എത്ര സുജൂദാ ഉള്ളത്? ഇത് നിങ്ങളൊരു അത്ഭുത ജന്തുവിനെ നോക്കണം, അങ്ങനെ തന്നെ അല്ലേ? ഈ 17 റക്അത്തിൽ എത്ര സുജൂദേ ഉള്ളൂ? ബാക്കി ഇനി റവാത്തിബ് കൂട്ടിക്കോളൂ, എന്നാലും 100 ആവില്ല. 100 ആണെങ്കിൽ പിന്നെ രാത്രി നീച്ചിട്ട് മെനക്കെടണം. അതാണ് തർബിയത്ത്. കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ. ഞാൻ കേട്ട കുട്ടി സുജൂദിന്റെ ആളാവും, തഹജ്ജുദിന്റെ ആളാവും. നമ്മളെ ആലിമീങ്ങളൊക്കെ അങ്ങനെയാ. കാരണം അവര് അഹ്കാമ് മാത്രമല്ല, ആലിമും ബി അഹ്കാമില്ല, ആലിമും ബില്ല വബി അഹ്കാമിഹി. അല്ലാഹുമായിട്ട് നമ്മളെ ബന്ധപ്പെടുത്തിയിട്ട് ഒന്ന് ആമീൻ പറയും. ഖുർആൻ തുടങ്ങുന്നത് ബാ എന്ന അക്ഷരം കൊണ്ടാണ് അല്ലേ? എന്താ അലിഫോൺ തുടങ്ങാത്തത്? അലിഫ് ഖത്ഇന് വരും, ബന്ധം മുറിക്കാൻ വരും. ബാ ഇൽസാക്കിനെ വരുള്ളൂ, ബന്ധം കൂട്ടാനേ വരുള്ളൂ. അതുകൊണ്ടാണ് ഖുർആൻ ബാ കൊണ്ട് തുടങ്ങിയത്. ആരിഫീങ്ങൾ അവരെ തഫ്സീറിലൊക്കെ എഴുതിച്ചിട്ടുണ്ട്. അപ്പൊ ബന്ധാണ്, അല്ലാഹുമായിട്ടൊരു ബന്ധം. ബാ മാത്രമല്ല വഹാദൽ ബാഉ മുസ്തഖും മിനൽ ബിർരി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിലെ ബാ അത് ബിർറിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ്. ഇമാം റാസി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുകയാണ്, ഫഹുവൽ ബാറു അലൽ മുഅ്മിനീൻ. അതിന്റെ അർത്ഥം അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് പ്രത്യേകമായി ഗുണം ചെയ്യുന്നവനാണ്. വഅജല്ലു ബിർരിഹി, അല്ലാഹു ചെയ്യുന്ന ഗുണങ്ങളിൽ ഏറ്റവും ഉത്തമമായ, ഉന്നതമായ, ഉത്കൃഷ്ടമായ ഗുണം അത് അല്ലാഹുവിന്റെ മഹാനായ ഇമാം റാസി റഹിമഹുല്ലാഹ് പറയുന്നു, അയ്യുക്കരീം ആ മുഅ്മിനീങ്ങളെ ബഹുമാനിക്കലാണ്. യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ ബിലിഖാഇഹി, അല്ലാഹുവിന്റെ ലിഖാവ് കൊണ്ട്. അതാണ് ഇന്ന് വെള്ളിയാഴ്ചയിൽ പാരായണം ചെയ്ത സൂറത്തുൽ കഹ്ഫിന്റെ അവസാനം, ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. റിയാ ഇല്ലാതെ ഇഖ്ലാസോടെ ഏതൊരു കാര്യം ഇഖ്ലാസോടെ ആത്മാർത്ഥമായി പൂർത്തീകരിച്ചോ അതാണ് ലിഖായിലേക്കുള്ള ഊർജം എന്ന് സൂറത്തുൽ കഹ്ഫ് പറയുമ്പോ അതിന്റെ മനുഷ്യ വ്യാഖ്യാനമായിരുന്നു പാറന്നൂർ ഉസ്താദ്. അതിന്റെ വ്യാഖ്യാനമായിരുന്നു വലിയുള്ളാഹി ശംസുൽ ഉലമാ. അതിന്റെ മിടുക്കനായിരുന്നു മഹാനായ റഈസുൽ മുഹദ്ദിഖീൻ കണ്ണിയത്തൂര്. അതിന്റെ ഉദാഹരണങ്ങളായിരുന്നു കാളമ്പാടി ഉസ്താദ്, ചെറുശ്ശേരി ഉസ്താദ്, കോയക്കുട്ടി ഉസ്താദ്, പണക്കാട്ട തങ്ങന്മാർ. അല്ലാഹുവേ, അവർക്കൊക്കെയും ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. അവരൊക്കെ അല്ലാഹുവിനോട് മഹബത്തുള്ള ആളുകളായിരുന്നു. അല്ലാഹു നമ്മളെ കൽബിൽ മഹബത്ത് ഇട്ടേറ്റെ. മഹബത്ത് അള്ളാഹിനെ പേടിച്ചിട്ട് മാത്രം ഇബാദത്ത് ചെയ്താൽ അതിന് വലിയ വാല്യമൊന്നും ഇല്ല എന്നാണ്. നമ്മൾ അള്ളാഹിനെ നിസ്കരിക്കാം, പാമ്പ് കൊത്തും എന്ന് പറഞ്ഞാൽ അള്ളാഹ് നരകത്തിലിടും. അല്ലാഹു അക്ബർ. അത് കോൺട്രാക്ട് വർക്ക് ഏറ്റെടുത്തിട്ട് പൂർത്തിയാക്കും പോലെയാണ്. ഫഹാദ ജഹ്ലുൻ എന്നാണ് ഇമാം റാസിയെ കുറിച്ച് പറഞ്ഞത്. ഇത് വിവരക്കേടാണ്.
അത് നിങ്ങൾ ചിലപ്പോൾ മാപ്പ് ഇട്ട് നോക്കും, പഠിച്ചോനെ ഞങ്ങൾ ആകെ സ്വർഗത്തിനല്ലോ പണിയെടുക്കണമെന്ന്. എടുത്തോളേ, കുഴപ്പമില്ല, എതിർക്കല്ല. പക്ഷെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ പറഞ്ഞു ഞങ്ങൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. ഇപ്പോ നമ്മള് ഭാര്യ ഇപ്പോ കല്യാണം കഴിച്ച ഉടനെ തിരുമ്പി തരണില്ല, വസ്ത്രം അലക്കി തരണില്ല, അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ചായ ഉണ്ടാക്കി തരണില്ല, ഇഷ്ടപ്പെട്ട രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി തരണില്ല. അങ്ങനെ അപ്പൊ നമുക്ക് മനസ്സിലായി ഇവൾക്ക് വലിയൊരു കമ്പൊന്നുമില്ല, മഹബത്വം മനസ്സൊന്നുമില്ല, ഇങ്ങനെ അടുക്കളയിൽ ഒരാളായിട്ട് നിൽക്കുള്ളൂ എന്ന് മനസ്സിലായി. നമ്മള് എന്നിട്ട് അവളോട് പറയാണ്, ഞാനിപ്പോ ഒരു പുതിയ പണി തുടങ്ങിയിട്ടുണ്ട്. എന്താ ഈ പണി ഞാൻ എടുക്കാനും ശമ്പളം വാങ്ങാനുള്ള കാരണം എന്താ എനിക്കറിയില്ല. കുറച്ച് കഴിഞ്ഞാൽ എനിക്കൊരു വണ്ടി വാങ്ങിത്തരും, ഒരു വീടും ഉണ്ടാക്കി തരും. എന്തെങ്ങോട്ട് പറയുമ്പോ ഭാര്യ അന്ന് ഉച്ചയ്ക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം, അന്ന് നമ്മളെ തുണി കുപ്പാക്കെ തിരുമ്പിയാല് നമ്മൾ പറയും ഓളിപ്പോ എന്റെ പിന്നാലെ കൂടിക്കണത് ആ വണ്ടി കണ്ടിട്ടാണ്. നമ്മളൊരു പുര ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞ അവിടെ മുതലാണ് ഓള് പാന്റ് വാങ്ങിയിട്ട് തിരുമ്പാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് ഇതൊക്കെ കള്ളത്തരാന്ന് എനിക്കറിയാന്ന് ഞാൻ പറയില്ലേ. അതുപോലെ അള്ളാഹ് അങ്ങോട്ട് പറഞ്ഞാലോ ഓലിപ്പോ എന്റെ കൂടെ കൂടിയത് ആ സ്വർഗം കണ്ടിട്ടാണ്, അത് നമ്മൾ ആഗ്രഹിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ഇവിടെ ലക്ഷ്യം സ്വർഗം, അള്ള വസീലേ. സ്വർഗം ലക്ഷ്യം, അല്ല മാധ്യമം. അങ്ങനെ ആകാൻ പറ്റൂല. ലക്ഷ്യം അല്ല, അവിടെയാണ് മഹബത്തിന്റെ മർമ്മം. ഇപ്പൊ നമ്മളിപ്പോ ഇത് ഇബാദത്തോണ്ടല്ലാതെ അല്ലപ്പോ എല്ലാരോടും പറയാണ്, നിങ്ങൾ എങ്ങനെങ്കിലും ജീവിച്ചോ, വ്യഭിചരിച്ചിട്ടോ കള്ളുടിച്ചിട്ടോ ആളെ കൊന്നിട്ടോ പലിശ നക്കിയിട്ടോ എങ്ങനെ ജീവിച്ചോ, ആഖിറത്തേക്ക് വന്നാ സ്വർഗം റെഡിയാണെന്ന് പറഞ്ഞാൽ ഈ സാസിൽ നമ്മൾ ഉണ്ടാവോ? കള്ളുഷാപ്പിന്റെ മുമ്പിൽ നിന്നാ മതി. ഈ തൊപ്പിയും കുപ്പായൊന്നും ഇവിടെ ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളൊക്കെ നടത്താപ്പ നമുക്കും ആഗ്രഹമുണ്ട്. വ്യഭിചരിക്കാൻ ആഗ്രഹമില്ലാത്തോണ്ടാ എന്താ പണി നമുക്കൊന്നും നടക്കൂലേ? എന്താ നടത്താത്തത്? സ്വർഗം പോവും അള്ളാനെ പിടിച്ചിട്ടാണ്. കള്ളുടിക്കാൻ ആഗ്രഹമില്ലാത്തോണ്ടാ. എനിക്ക് ആഗ്രഹം ഉണ്ടോ ഇല്ലെന്നല്ലേ, കുറെ ചെറുപ്പക്കാർക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? ആഗ്രഹമുള്ളവർ പലരും കുടിക്കണില്ലല്ലോ. എന്താന്നറിയോ? ആ സ്വർഗം നഷ്ടപ്പെടുന്നു പേടിച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ട് അല്ല നമ്മളോട് പറയാണ്, കള്ളുടിക്കണേ കുടിച്ചോ, വ്യഭിചരിക്കണേ വ്യഭിചരിച്ചോ, ചാടി പോണേ ചാടി പോയിക്കോ, വന്നാ സ്വർഗം റെഡിയാന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഇൽമൊന്നും ഇവിടെ ഉണ്ടാവില്ല, ഒക്കെ ദുൽമിലായിരിക്കും. അപ്പൊ അതാണ് സ്വർഗമല്ല ലക്ഷ്യമാക്കേണ്ടത്, അള്ളാഹ് ആവണം ലക്ഷ്യം. അത് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നാമീൻ പറയാം, അള്ളാഹ് തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ ലക്ഷ്യമാക്കിയാൽ പ്രധാനപ്പെട്ട 4 സ്വഭാവം ഉണ്ടാവും. അത് പറഞ്ഞിട്ട് ഞാൻ നിർത്താം. പറയട്ടെ, ഒരു 4 സ്വഭാവം എന്താണെന്നറിയോ? ഈ ലക്ഷ്യത്തിൽ ജീവിക്കുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട 4 സ്വഭാവം മാത്രം പറഞ്ഞു നിർത്താൻ. 1, അള്ളാഹുമായി ബന്ധപ്പെട്ട് അള്ളാഹു നമ്മെ പരീക്ഷിക്കാൻ ചെയ്ത മുസീബത്തുകളൊക്കെ മറക്കും. പിന്നെ അള്ളാഹു നമുക്ക് നൽകിയ നിയമത്തുകളൊക്കെ ഓർമ്മ വരും. 1 മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? മുസീബത്തുകൾ മറക്കും. ഒരു പനി വന്ന് മറന്നു, രോഗം വന്ന് മറന്നു, പൈസ കട്ടെടുത്തോണ്ടായി മറന്നു. പിന്നെ അൽഹംദുലില്ലാഹ് എനിക്ക് അവിടുന്ന് വേറൊരു പൈസ കിട്ടി, ഇവിടുന്ന് എനിക്ക് സൗകര്യം ചെയ്തു തന്നു, എന്റെ മോളെ നല്ല രൂപത്തിൽ കെട്ടിച്ചു, ഭർത്താവ് സ്വാലിയായി, എനിക്ക് അൽഹംദുലില്ലാഹ് സുന്നത്ത് നിസ്കരിക്കാൻ പറ്റി, അൽഹംദുലില്ലാഹ് അള്ളാഹ് ഒരുപാട് നിയമത്ത് ചെയ്തു. നിയമത്തിൽ അങ്ങനെ ഓർമ്മ വരും. എന്ന് പറഞ്ഞാൽ മുസീബത്ത് ഡിലീറ്റ് ചെയ്യും, നിയമത്ത് ഇവിടെ ഉണ്ടാവും, കൽബാവുന്ന മൊബൈൽ ഉണ്ടാവും. ഇന്നിപ്പോ അങ്ങനെയല്ല, നിയമത്തൊന്നും ഓർമ്മയില്ല, മുസീബത്ത് മാത്രം ഓർമ്മയുള്ളൂ. ഒരാള് മറ്റാളെ കണ്ടു പറയുകയാണെങ്കിൽ വെറും മുസീബത്ത് മാത്രം. എന്തൊക്കെ വിവരം? സുഖല്ലേ? വിവരോ കട്ടപ്പോകേ. ഒരു അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ മലയാളിക്കാവൂല. ഞാൻ അങ്ങനെ കുറച്ച് രാഷ്ട്രങ്ങളിലൊക്കെ കറങ്ങിയ ഒരാൾ നിലക്ക് കണ്ടുമുട്ടിയിട്ട് സുഖം തന്നെയല്ലേ എന്ന് വെച്ചാൽ ഈ കട്ടപ്പുക പാസ്സാക്കുന്ന ഒരു കൗമ ഭൂമിയിലുള്ളൂ മലയാളികളാ. അറബികളമില് കണ്ടാൽ 15-20 മിനിറ്റാണ് സുഖല്ലേ എന്ന് ചോദിക്കല്. കൈഫൽ ഹാൽ എന്ന് ചോദിച്ചവര് പോവൂല. നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ചങ്ങായി എപ്പോഴും നിർത്തി കിട്ടുകയാണ്. അതൊരു മനസ്സാണ്, വിശാല മനസ്കതയാണ്. ഒരാളെ കണ്ട വിവരം എങ്ങനെ ചോദിച്ചറിയാം. നമ്മളാ സലാം പറഞ്ഞ ഈ ഫുലൂസ് എന്നോടത്ത് നല്ല ഭാഷ വരും, മറ്റോടത്തൊക്കെ അങ്ങനെയാണ്. ഏതായാലും അറബികളമിൽ കണ്ടാൽ ഏത് മുസീബത്ത് ഉള്ള അറബിയാണെങ്കിലും ഏത് പരീക്ഷിക്കപ്പെട്ട അറബിയാണെങ്കിലും കൈഫൽ ഹാൽ എന്ന് വെച്ചാൽ അൽഹംദുലില്ലാഹ് തമാം തയ്യിബ് എന്ന് പറയാം. പാകിസ്ഥാനി നമ്മൾ കണ്ടാൽ കൈസാഹേ അച്ചാഹേ എന്നാ പറയാ. തമിഴ്മാരെ വേണ്ട എപ്പടി ഇരിക്കാ സൗഖ്യം എന്നാ പറയാ. ലോകത്ത് ആരും അത് ഓരോ ഭാഷയിലും ചിന്തിച്ചോളൂ. അവറിയോ എല്ലാരും സുഖാണെന്ന് ആദ്യം പറയാം. മലയാളികൾ കണ്ടാലോ എന്തൊക്കെ ഉണ്ടാ ചേര് അതൊന്നും പറയണ്ട കാട്ടപ്പോകേ. ഈ ലെവൽ അങ്ങോട്ട് ഒഴിവാക്കുക. അത് അള്ളാഹിനോട് സ്നേഹമുള്ള ആൾക്കാരുടെ ഭാഷ അല്ലത്. റഹീം എന്നുള്ള ഇസ്മിനെ കുറിച്ച് പഠിക്കാത്തോണ്ടാണ്. ഒരു മുഅ്മിനായ മനുഷ്യന് എന്ത് വന്നാലും അതൊക്കെ അള്ളാഹ് റഹ്മത്തോണ്ട് ചെയ്യുന്ന കാര്യമാണ് എന്നാണ്. എന്നോട് ഈടെ അടുത്തൊരാൾ പറഞ്ഞു, ഒരു കേരളത്തിൽ അറിയപ്പെട്ട ഒരു പ്രവാചകൻ, അദ്ദേഹം ഒരു ഉംറക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്ക് മോനെ ആക്സിഡന്റിൽ മരിച്ചു. നിങ്ങൾക്ക് ആളറിയാം, നൗഷാദ് വാക്കവി. അള്ളാഹു തആല അദ്ദേഹത്തിന്റെ മോനെ വാപ്പാക്കും അമ്മാക്കും സ്വർഗം കൊടുക്കണം, കുട്ടിയാകട്ടെ. അപ്പൊ എന്നോട് ഒരാൾ ചോദിക്കാണ്, ഉസ്താദെ ഉംറക്കൊക്കെ പോയി എന്നിട്ടും അള്ളാഹ് ചെയ്ത പണിയില്ലേന്ന്.
അതാണ് റഹീം എന്ന ഇസ്മിനെ കുറിച്ച് പഠിച്ചിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹം മുമ്പൊക്കെ ആളുകളെയും കൊണ്ടുപോയിട്ടുണ്ട്. അള്ളാഹു അത് കബൂലാക്കി. ചില ആളുകൾക്ക് സ്വർഗത്തിൽ അള്ളാഹു ഉന്നതമായ സ്ഥാനം കൊടുക്കുന്നത് അവരുടെ ഇബാദത്ത് കൊണ്ടല്ല. കാരണം അത്ര വലിയ ഇബാദത്ത് ചെയ്യാൻ ആ സമാനിൽ അവർക്ക് കഴിയില്ല. അങ്ങനെയാകുമ്പോൾ അള്ളാഹു അവരുടെ മുമ്പിൽ വലിയ പരീക്ഷണം കൊടുക്കും. അതൊരു പക്ഷേ മക്കളെ എങ്ങോട്ട് കൊണ്ടുപോയിട്ടായിരിക്കാം, മരിപ്പിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഭാര്യ രോഗിയായിട്ടായിരിക്കാം. ഈ പരീക്ഷണത്തെ അവർ അതിജയിച്ച പരലോകത്ത് പടച്ചവൻ കൊടുക്കുന്ന പ്രതാപം അനുഭവിച്ചുകൊണ്ട് പുഞ്ചിരിക്കുമ്പോ ഇദ്ദേഹം പറയുമോ, അങ്ങനെയുള്ള പരീക്ഷിക്കപ്പെട്ട ആളുകൾ പറയും, എനിക്ക് ആ രോഗം മാറിയിട്ടില്ലെങ്കിൽ എത്ര നന്നായിരുന്നു, എന്റെ ഒരു മകനും കൂടി മരിച്ചാൽ എത്ര നന്നായിരുന്നു എന്ന് ആഖിറത്തിൽ വെച്ചുകൊണ്ട് പരീക്ഷണത്തെ ക്ഷമയോടെ അതിജയിച്ചതിന് പറയുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഇൽമുണ്ടെങ്കിൽ ദലാലത്ത് പോലെ ഇൽമ അങ്ങോട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓരോ സംഗതിയുടെ ഇൽമുണ്ട്. അല്ലെങ്കിൽ ഉണ്ടല്ലോ കുഫ്ർ വരെ വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇബ്ലീസിനെ തടുക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗം ഇൽമാണ്, ഉറപ്പാണ്. നമ്മൾ വേറെ ഒരുപാട് എതിർ കാര്യങ്ങൾ തീരെ ഇൽമില്ലാതെ കുറെ ദിക്ർ ചെയ്താൽ അതൊക്കെ തട്ടിമാറ്റവും വരും. ഏതുപോലെ നമ്മളിപ്പോ കള്ളം കയറാതിരിക്കാൻ വേണ്ടി പൊരന്റെ ഗ്രില്ലൊക്കെ നല്ലോണം പൂട്ടി, എന്നിട്ട് മതിൽമൊക്കെ കുപ്പിപ്പൊട്ട് ഇങ്ങനെ വെച്ചു കയറാക്കാൻ വേണ്ടിട്ട്. കള്ളം കയറൂലേ? കയറൂലേ? നേരെ മറിച്ച് ഞാൻ ഇവിടെ വിവരം പൊരക്കാരെ അറിഞ്ഞേക്കണെന്ന് കള്ളം അറിഞ്ഞാൽ കയറുവാ? കയറുവാ? നിങ്ങൾക്ക് മനസ്സിലായോ? കള്ളം കയറാതിരിക്കാൻ വേണ്ടി മതിലൊക്കെ ശക്തമാക്കി, അതിന് മേലെ കുപ്പിപ്പൊട്ടും ആണിയൊക്കെ വെച്ചു, എന്നിട്ട് ഗ്രിൽസൊക്കെ നല്ലോണം പൂട്ടി. പൊരക്കാരൻ വിവരം അറിഞ്ഞിട്ടില്ല, ഉറങ്ങി കിടക്കണം. കള്ളം കയറുമല്ലേ? കേറുവോ? കേറും. നേരെ മറിച്ച് കുപ്പിപ്പൊട്ടും വെച്ചിട്ടില്ല, ഒന്നും വെച്ചിട്ടില്ല, വാതിലൊക്കെ തുറന്നിട്ടിക്കണം. പക്ഷെ പൊരക്കാരൻ കൊലായ്മ എങ്ങനെ എല്ലാത്തിനും തയ്യാറായിട്ട് പുറത്തൊരു കള്ളനെ കണ്ടുകണം. കള്ളം കയറും. ഓനെ എങ്ങനെ കയറുക, കയറി എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നൊക്കെ പഠിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ആ പരി കയറുക. അപ്പൊ സംഗതി കള്ളനാകുന്ന ശൈത്താനെ കൽബാകുന്ന പരിന്ന് പുറത്താക്കാൻ ഏറ്റവും നല്ല എന്തെന്നെയാണ് ആ ഇൽമാണ്ട് മനസ്സിലാക്കിയിട്ടില്ല. അത് എങ്ങനെയാണ് ശൈത്താൻ വരെ, എന്തൊക്കെയാണ് സ്വഭാവങ്ങൾ, എങ്ങനെ തടുക്കുക, ഇതാണ് ആലിം. അത് മനസ്സിലാക്കി വെച്ചാൽ അതാണ് ആയിരക്കണക്കിന് ആബിദീങ്ങളെ പഴപ്പിക്കുന്നതിനേക്കാൾ ഇബ്ലീസിന് പ്രയാസം ഒരു ആലിമിനെ പഴപ്പിക്കലാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. ആ ആലിമാണ് മഹാനായ പാറന്നൂർ ഉസ്താദ്. നമ്മൾ ഒപ്പം കണ്ട് നിന്നോടുത്താൽ മതി, നമ്മൾ സ്വർഗത്ത് പോകും. നമുക്ക് അവരെ പോലെ അധ്വാനിക്കാൻ കഴിയില്ല. പെങ്ങന്മാരെ പഴയ കാലം പോലെ അധ്വാനിക്കാൻ കഴിയില്ല. മഹദിയായ വലിയത്തുല്ലാഹി റാബിയത്തുൽ അദവിയ പാതിരാവിന്റെ ഉള്ളറയിൽ എണീറ്റുകൊണ്ട് 100 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുകയാണ് മഹാനായ ഇസ്മായിൽ ഹഖി റഹ്മഹുല്ലാഹ്. മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു വശിദ്ദാഉ എന്ന ആയത്തിന്റെ തഫ്സീറിൽ ഈ ചരിത്രം രേഖപ്പെടുത്തിയത് കാണാം. എന്നിട്ട് മഹദിയായ റാബിയത്തുൽ അദവിയ റളിയല്ലാഹു തആല 100 റക്അത്ത് നിസ്കരിച്ചിട്ട് അന്തിപാതിരാത്രിയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവനോട് പറയുകയാണ്, അല്ലാഹ് ഫഖലാ കുല്ലു ഹബീബിൻ ബിഹബീബിഹി. ഈ യാത്രയുടെ അന്ത്യയാമമില്ല. കമിതാക്കൾ പരസ്പരം കണ്ടുമുട്ടാൻ കൊതിക്കുന്ന സമയമാണ്. ഭർത്താവ് ഭാര്യയെ പ്രാപിക്കുന്ന സമയമാണ്. സ്നേഹിതന്മാർ കുശലം പറയാൻ തെരഞ്ഞെടുക്കുന്ന സമയമാണ്. ഈ പാവപ്പെട്ട റാബിയക്ക് ഭർത്താവില്ല, വാപ്പയില്ല, എനിക്ക് കാമുകനില്ല, എന്റെ സർവസൗന്യാണ് റബ്ബേ എന്ന് പറഞ്ഞിട്ട് പടച്ചവനോട് 100 കണക്കിന് റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് അന്തിപാതിരാത്രിയിൽ പൊട്ടി പൊട്ടി കരഞ്ഞിരുന്ന വലിയത്തുല്ലാഹി റാബിയത്തുൽ അദവിയ റളിയല്ലാഹു തആല അൻഹാ പോകുന്ന സ്വർഗ്ഗത്തിൽ പോകാൻ കൊതിക്കുന്ന പെങ്ങളെ, കൊതിക്കുന്ന ഉമ്മ, ആലിമീങ്ങളെ സ്നേഹിച്ചോ, ഇൽമനുസരിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ട് പ്രവർത്തിച്ചോ, നിസ്കാരം കളാക്കാതെ മുറക്ക് നിർവഹിച്ചോ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോയിട്ടുള്ള കാഫറിന്റെ അയ്യപ്പന്റെ മുമ്പിൽ പോയിട്ട് കുപ്പിയിലെ വെള്ളം നിറച്ചത് കൊടുത്തിട്ടും വെറ്റില മന്ത്രിക്കാൻ കൊടുത്തിട്ടും അവർ മന്ത്രിച്ചു നൂല് കെട്ടിയിട്ടു ഈമാൻ അറവുശാലയിൽ ഏൽപ്പിക്കുന്നതിന് പകരോ സുബീക്കുമ്പ് എണീറ്റുകൊണ്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് പടച്ചോന്റെ മുമ്പിൽ അള്ളാന്റെ ഇസ്മ പറഞ്ഞ് റസൂലുള്ളാഹിന്റെ സ്വലാത്ത് ചൊല്ലി അങ്ങ് വിങ്ങി പൊട്ടിയാൽ അള്ളാഹു നിങ്ങളുടെ പ്രയാസങ്ങൾ തകർത്ത് തരിപ്പണമാക്കുന്നതാണ്. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെ അരികിലേക്ക് ഒരു പെണ്ണ് വന്നിട്ട് പറയുകയാണ്, മൂസ
കല്യാണം കഴിച്ചിട്ട് കാലങ്ങളേറെയായി, മക്കളില്ല. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹു കൊടുത്ത ഇൽഹാം അനുസരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലെങ്കിൽ ലൗഹ് വായിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ദുനിയാവിൽ മക്കളില്ല. ദുനിയാവിൽ എനിക്ക് മക്കൾ ഉണ്ടാവില്ലായിരുന്നു. അത് ആ സമയത്ത് മൂസാ അലൈഹിസ്സലാം വായിച്ചത് പറഞ്ഞതായിരിക്കാം. അപ്പൊ അള്ളാഹു തീരുമാനിച്ച് എഴുതിയത് അങ്ങനെ ആയിരിക്കാം. മൂസാ നബി സ്വലാം പറഞ്ഞു, എനിക്ക് മക്കളുണ്ടാവില്ല, പൊയ്ക്കോന്നറിഞ്ഞു. ഈ പെണ്ണ് കരഞ്ഞുകൊണ്ട് തിരിച്ചു വന്നു. ഒരു കുട്ടി ആഗ്രഹിച്ചുകൊണ്ട്, കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് വന്ന ഒരാളോട് ഇത്ര വലിയ നിരാശ പറഞ്ഞാൽ എത്ര ആയിരിക്കും മനസ്സിന്റെ തകർച്ച, തളർച്ച അല്ലേ? ആ പെണ്ണ് അങ്ങനെ അനുഭവിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് തിരിച്ചുപോയി. അന്ന് രാത്രി എണീറ്റിട്ട് നിസ്കരിച്ചിട്ടാണ് പൊട്ടിക്കരഞ്ഞു, എന്ന് പറഞ്ഞിട്ടാണ് പൊട്ടിക്കരയാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോ ഗർഭമുണ്ടായി. ഭർത്താവ് ഉണ്ട് കേട്ടോ, ഗർഭമുണ്ടായി. ഗർഭിണിയായിട്ട് മൂസാ നബിനെ കാണാൻ വേണ്ടി വന്നപ്പോ മൂസാ നബി കണ്ട് അത്ഭുതപ്പെട്ട്. കാരണം ഇത് അവിടെ വായിച്ചിട്ടാണ് ഈ പറഞ്ഞത്. ഗർഭമുണ്ടായാലും സന്തോഷം തന്നെയാണ്, പക്ഷെ അന്ന് വായിച്ചത് അള്ളാഹു താല എഴുതി വെച്ചത് ഉണ്ടാവില്ല എന്നുള്ള തീരുമാനമാണ്. അപ്പൊ അത്ഭുതപ്പെട്ട് അള്ളഹാനോട് ചോദിച്ചു, പഠിച്ചോനെ എന്താ പോന്ന് വെച്ചു. അത് നിങ്ങള് പറഞ്ഞ സമയത്തിന്റെ തീരുമാനം അങ്ങനെ തന്നെ ആയിരുന്നു. പിന്നെ രാത്രിയിൽ പോയിട്ട് ആ പെണ്ണ് എന്നെ വിളിച്ചാണ്ട് കരഞ്ഞു, ഞാൻ തീരുമാനമാണ് മാറ്റിയത്, അങ്ങക്ക് അറിയിച്ചു തരായിരുന്നാണ്. ഇതൊക്കെ ഇവിടെ സൗകര്യമായിട്ടുണ്ടാകുമ്പോ നമ്മളെ കുറെ നാൾ എന്റെ വീട്ടില് പർദ്ദട്ടിട്ടൊരു പെണ്ണുണ്ട് ചോദിക്കുക, അയ്യപ്പന്റെ പോലെ ഏതാണ്? വാലിനോട് പറഞ്ഞു, പറങ്കോടന്റെ അയ്യപ്പന്. പറഞ്ഞു എന്തിനാന്ന് ചോദിച്ചോ. അപ്പൊ നൂല് മന്ത്രിക്കുക. അവൻ പറഞ്ഞു, ആ പർദ്ദ ഒരിട്ട് ടൗസർ ഇട്ട് വരാൻ വേണ്ടി പറയാറ്. പർദ്ദ വേഷത്തെ പർദ്ദയിട്ട് മൊക്കനിട്ടിട്ട് അയ്യപ്പന്റെ വീട് ചോദിച്ച് വ്യക്തിപരമായിട്ട് വന്നാൽ ഞങ്ങൾ വരട്ടി പറഞ്ഞേക്കും. ഈ പർദ്ദ സംസ്കാരത്തെ നിങ്ങൾ പറയിപ്പിക്കരുത്. വ്യാപകമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്തേ പഴയകാല പ്രതാപവും തഖ്വയുടെ ഖുവത്തും എവിടെ പോയി പെങ്ങന്മാരെ? എവിടെ പോയി? ആ ഇബാദത്തും ആ ഉമ്മമാരുടെ മഹത്വം എവിടെ പോയി? ഒന്നും അങ്ങനെയുള്ള ആളുകളെ കൊണ്ട് ഞാൻ എന്റെ ചില പ്രസംഗത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ കണ്ണൂരിന്റെ അടുത്ത വാതിനായപ്പോൾ 90 വയസ്സുള്ള ഒരു ഉമ്മ, പക്ഷെ രാത്രി എണീറ്റിട്ട് 10 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കും. ഇപ്പോഴും 90 വയസ്സിൽ 10 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുക. 40 വയസ്സിൽ മഗ്‌രിബ് വേഷം കളാക്കിയിട്ട് സീരിയൽ കാണാം ചില ആൾക്കാർ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആ ഉമ്മ ഒരിക്കൽ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി പാതിരാത്രി എണീറ്റു. പുറത്തേക്ക് ഇങ്ങനെ ഒതുക്കാൻ വേണ്ടി ഒരു ഓട്ടും കിണ്ടിയിൽ വെള്ളം എടുത്തിട്ടാ ഒതുക്കല്ല, പഴയകാല രീതിയിൽ. അപ്പൊ ഈ കിണ്ടി കൈ പിടിച്ചിട്ട് ഒതുക്കാൻ വേണ്ടി പുറത്തിറങ്ങുമ്പോൾ മുമ്പിൽ ഒരു കള്ളൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പൊരേ കയറാൻ എന്തായിരിക്കും അവസ്ഥ അല്ലേ? നമ്മളെ പെണ്ണുങ്ങൾ ഇങ്ങനെ ഒതുക്കാൻ വേണ്ടി പുറത്തിറങ്ങുമ്പോൾ കള്ളനെ കണ്ട എന്താണ്ട് ഉള്ള ഒതു പോകുന്നല്ലാതെ വേറെ എന്താ? ഈ ഉമ്മാക്ക് ഒരു പേടി വന്നില്ല, ഒറ്റ നിപ്പ. കള്ളന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയ തന്നെ ഇല്ലാന്ന്. നേരെ പോയിട്ട് ഒതുകൊടുത്തു. അപ്പൊ അങ്ങനെ നോക്കി നിന്ന് പാമ്പോയ കുറവന്റെ മാതിരി ഒതുകൊടുത്തിട്ട് പിന്നെ വിലക്ക് നേരെ തിരിഞ്ഞിട്ട് ദ്വാരക്കണല്ലോ. ആകെ 20 സെക്കൻഡേ ആ ദ്വാരക്കവരുള്ളൂ. അതിന്റെ ആനുകൂല്യം എന്താ പറയുക? സ്വർഗത്ത് കടക്കുന്നല്ല, സ്വർഗത്തിന്റെ 8 വാതിലുകളും അവന് തുറന്നു കിട്ടുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അല്ലാഹു റഹീമാണ് എന്നത് ഈ മസലയിൽ നിന്ന് പഠിക്കാം. നമ്മൾ സ്വർഗത്ത് കടക്കണോ എന്ന് നമ്മളെക്കാൾ ആഗ്രഹം ഖാലിഖായ റബ്ബിനാണ്. ആകെ 20 സെക്കൻഡാണ് അമലിനുള്ളത്. അങ്ങനെ അമൽ നിത്യമായി പതിവാക്കി ചെയ്താൽ സ്വർഗത്തിൽ കടക്കൂന്നല്ല, സ്വർഗമാകുന്ന പാലാറ് വീഞ്ഞാറ് കളകളാരവം മുഴക്കൊഴുകുന്ന അരുവികളാൽ സമൃദ്ധമായ ആകാശഭൂമികളുടെ പ്രവിശാലതയുള്ള സ്വർഗീയമായ ഭൂമികയുടെ 8 വാതിലുകൾ അവന് അനുകൂലമായി പ്രവേശനത്തിന് സ്വാഗതം ചെയ്ത് തുറന്നു കൊടുക്കുന്നതാ. തെറ്റാത്ത നാക്കിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അത് പതിവാക്കാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. ഇതൊന്നും ആരും ശ്രദ്ധിക്കൂല. അങ്ങട്ട് എന്തൊക്കെ കാട്ടിക്കൂട്ടൽ, ഒരു സൗന്ദര്യമില്ല. എന്ത് ഭംഗിയുണ്ടാവും. ആദാബുകൾ പൊളിഞ്ഞാൽ മതിൽ പൊളിഞ്ഞ്, ആദാബ് പൊളിഞ്ഞാൽ പിന്നെ സുന്നത്ത് പോയി, സുന്നത്ത് പോയാൽ ഫർള് പോയി, ഫർള് പോയാൽ ഹറാമായി, ഹറാമ നിത്യമാക്കിയ കുഫറിൽ ചെന്നു, കുഫറിൽ ചെന്നാ ഓൻ കൈയടിക്കാൻ തുടങ്ങി. ഇബ്ലീസ് ആദ്യം ചെയ്യല്. അപ്പൊ ളുഹറിന് മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് പതിവാക്കിയ ഒരാള് 2 റക്അത്തിൽ ചുരുക്കി ഞങ്ങൾ മനസ്സിലാക്കുക. കുറച്ച് കഴിഞ്ഞാൽ 2 റക്അത്തും പോകും. മനസ്സിലായിക്കോണ്ടി. നേരത്തെ 4 റക്അത്ത് റവാത്തിബ് നിസ്കരിച്ചിരുന്ന ഒരാള് 2 റക്അത്ത് നമുക്ക് ഇറങ്ങിയാൽ കുറച്ച് കഴിഞ്ഞാൽ എന്താവും? 2 റക്അത്ത്. പിന്നെ അടുത്ത പരിപാടി എന്താ വെച്ചാല് അവൻ ആ ഫർളിന്റെ സമയം ഇബ്ലീസ് പെട്ടെന്ന്, ഇപ്പോ ഉദാഹരണത്തിന് നേരത്തെ വന്നിട്ട് ആ ജമാഅത്തിലൊക്കെ പങ്കെടുത്തിരുന്ന ആളാണെങ്കിൽ പിന്നെ ഇങ്ങനെ മെല്ലെ മെല്ലെ പിന്നെ മെല്ലെ പിന്തിച്ച് അങ്ങനെ കൊണ്ടുപോകും. ഒരു ളുഹർ ഒരു 3:10 അങ്ങനെ നിസ്കരിക്കാൻ തുടങ്ങും.
അങ്ങനെ ഉണ്ടല്ലോ, ബാബുൽ ജംഇ എന്നുള്ളൊരു മസ്അല കിതാബിലൊക്കെ ഉണ്ട്. ഇപ്പൊ അങ്ങനെയല്ല, ബാബുൽ ജാമി, ലൂർ എടുത്തിട്ട് അസർ നമുക്ക് ജാമാക്കണം. വ്യാപകമാണ്. ഇപ്പൊ പള്ളിയിലൊക്കെ പലയിടത്തും നിസ്കരിക്കണം, പ്രത്യേകിച്ച് പെണ്ണുങ്ങളൊക്കെ അങ്ങനെയാണ്. എല്ലാ പണിയും പരിപാടിയും കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞാൽ അസ്രവാൻ കൊടുക്കാൻ 3 മിനിറ്റ് ഉണ്ടാവും. അപ്പൊ ഉണ്ടാവും ഒരു ലുഹർ നിസ്കരിക്കാൻ. ആ ഒരു റക്അത്ത് ആ വക്കത്തിൽ പെട്ടാൽ 4 അതാ ആയി എന്ന മസലയാണ് ഇപ്പൊ എല്ലാവർക്കും തുമ്പുള്ളത്. അൽഹംദുലില്ലാഹ്, ആശ്വാസമായി. ബാങ്ക് കൊടുക്കണതിന് ഒരു റക്അത്ത് കിട്ടിയല്ലോ എന്ന്. ഇതൊക്കെ ഇപ്പൊ എന്താണ്? ഒരു ഒപ്പിട്ട് പോകാനാണോ നിസ്കാരം? ഓഫീസിൽ പോയിട്ട് ഒപ്പിടുന്ന മാതിരിയാണോ നിസ്കാരം? അപ്പൊ അങ്ങനെ ആകുമ്പോ ഞാൻ 3 മണിക്ക് അങ്ങനെ വന്നാൽ പിന്നെ മനസ്സിലായിക്കോളി, കുറച്ച് ഞാൻ നിസ്കാരം കളാക്കും. നിസ്കാരം കളാക്കി തുടങ്ങിയാൽ മനസ്സിലായിക്കോളി, ഇനി നിസ്കാരം തന്നെ ഒഴിവാക്കും. അതാണ് കഴിഞ്ഞാൽ മനസ്സിലായിക്കോളി, തൊട്ടടുത്താള് വ്യഭിചാരം തുടങ്ങും, അല്ലെങ്കിൽ കള്ളുടി പോയിട്ട്. കുറച്ച് ഞാൻ മനസ്സിലായിക്കോളി, ആരോട് നമ്മൾ പറയാണ് കള്ളുടിക്കുന്ന, അതിനൊക്കെ എന്നാൽ കുഴപ്പം നോക്കും, അത് കുഫറിന്റെ വാക്കായി. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇങ്ങനെയാണ് ഇബ്ലീസ് ഭയപ്പിക്കല്. അപ്പൊ ആദാബുകൾ ഒരു വലിയ മതിൽക്കെട്ടാണ്. അത് പൊളിഞ്ഞാൽ ഈമാൻ അങ്ങോട്ട് പോകും, ഇമാം പോകും. ഇതൊരു അദബാണ്. ഒന്നുകൊടുത്താൽ കിബിലക്ക് നേരെ തിരിഞ്ഞിട്ട് ഈ ദുആ. ഇപ്പൊ എല്ലാ പള്ളിന്റെ മുമ്പൊന്നും അതിന്റെ ആവശ്യമില്ല, കാരണം എല്ലാവർക്കും മനപ്പാടാണ്. പള്ളിയിലൊക്കെ അവളിന്റെ നേരെ മേലെ ഒട്ടിച്ചിട്ടുണ്ട്. സൗകര്യമാണ്, കമ്മിറ്റിക്കാർ സൗകര്യമാണ്. അടങ്ങൾ കണ്ടില്ല, തൊപ്പിയൊക്കെ കണ്ടില്ല. ഇപ്പൊ പള്ളിയിൽ തൊപ്പി കണ്ടില്ല. മുമ്പ് അങ്ങനെ തൊപ്പി ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് തുണി കുപ്പായൊക്കെ പള്ളി കൊടുത്തു നോക്കും, കാരണം ഇത് കൊടുക്കാതെ വരിക. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ കാലത്തിനെത്തോണ്ട് സൗകര്യം ചെയ്യണമല്ലോ നമ്മൾ. ഏതായാലും ആവട്ടെ, ഇപ്പൊ എല്ലാ പള്ളിയിലും ചുമരുമ്പോഴും ഈ ദ്വാ ഉണ്ട്. അതൊന്ന് കിട്ടാത്തവർ അങ്ങോട്ട് നോക്കിയിട്ട് ദ്വാരുന്നാൽ, കിട്ടാത്തവരാണെങ്കിൽ ഒരു 30 സെക്കൻഡ് ഒക്കെ വരും, കിട്ടുന്നവരാണെങ്കിൽ 15 സെക്കൻഡ് കൊണ്ടൊക്കെ തീരും. 8 വാതിൽ തുറന്നിട്ടാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ആ അനുബന്ധം ഒന്ന് വിശദീകരിച്ചാണ്. അപ്പൊ ഈ ഉമ്മ എന്ത് ചെയ്തു? ഓതു കൊടുത്തതിന് ശേഷം ഖിബിലക്ക് നേരെ തിരിഞ്ഞിട്ട് ദ്വാരക്കാൻ വേണ്ടി നിന്നപ്പോ ഇവ മുമ്പിൽ നിൽക്കുക. ആര്? നിങ്ങൾ മറന്നോ? മസലിന്റെ അടിയെ മറന്നോ? ആര്? കള്ളന്. നമ്മളാണ് എന്താ പറയുക, ഉമ്മ അറിഞ്ഞോ, ഉമ്മാന്റെ ഒറ്റ എന്നാണ് മാറിക്കാണ്, ഞാൻ ദ്വാരക്കട്ടെ. കള്ളനോട് ഇവ ഇങ്ങനെ മാറി നാണ്ട് ഒരു വെളിച്ചെണ്ണ ഒഴിച്ച് കിളിയിച്ചു കൊടുത്തു. ഉമ്മ അങ്ങോട്ട് ദ്വാരുന്നു. എന്നിട്ട് കള്ളനോട്, കക്കാൻ വന്ന കള്ളനോട് പറഞ്ഞു, പിന്നെ ആ കിണ്ടിലടാ കുറച്ച് വെള്ളം ഞാൻ വാക്കിച്ചിട്ടുണ്ട്, അത് എനിക്ക് ഒതുക്കാനാ, ഇജ്ജ് ഒതുകൊടുത്തുകൊണ്ട് പോരെ, ഞാൻ ഇവിടെ നിസ്കരിക്കാം, അവിടെ നിസ്കരിച്ചു മാറി. കള്ളണ്ട് പോയിട്ട് കിണ്ടി വെള്ളം കൊണ്ട് ഒരു ഒതുകൊടുക്കൽ എടുത്തിട്ട് എന്താ നീയത്തെച്ചെന്ന് അവനോട് ചോദിച്ചില്ല. ഒതുകൊടുത്ത് ഈ ഉമ്മ ഇവിടുന്ന് നിസ്കരിച്ചു. അവനവിടെ പുൽപ്പായിട്ട് കൊടുത്ത് നിസ്കരിച്ചതിന് ശേഷം ഉമ്മ, ഇന്ന് ജീവിച്ചിരിക്കണ ഉമ്മേണേന്ന് ആ മഹലിൽ ഞാൻ അതിന് പോയിട്ടുണ്ട്. ഈ ഉമ്മ അങ്ങോട്ട് ദ്വാരുന്നു, അല്ലാഹുവേ, അതിരാവിന്റെ ഉള്ളറയാണ്, ചെറുപ്പ പ്രതാപത്തിന്റെ, യുവത്വ പ്രതാപത്തിന്റെ, അനുഗ്രഹത്തിന്റെ പറുദീസയിലെ പൊൻകുട്ടിയാണ്. ഈ കുട്ടിയെ പടച്ചവനെ, ഈ ചെറുപ്പക്കാരന് കുട്ടിയെ റബ്ബേ, നീ മുഖല്ലിബുൽ ഖുലൂബല്ലേ, ഇതുപോലെയുള്ള ഒത്തിരി കള്ളന്മാരെ ഔലിയാക്കളാക്കിയത് നീയല്ലേ, കൊലയാളികളെ അക്താബുകളാക്കിയത് നീയല്ലേ. എന്റെ നാട്ടിലെ ഈ ചെറുപ്പക്കാരനായ പൊന്നുമോൻ നീ നന്നാക്കണേ റബ്ബേ. കത്തിക്കാളുന്ന ഭീകരമായ നരകത്തിലേക്കുള്ള വിറകുകൊള്ളിയായി ആ കുട്ടിയെ മാറ്റല്ല അല്ലാ. എന്നു തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ആ കുട്ടിക്ക് വേണ്ടി പൊട്ടി കരഞ്ഞു ദുആ ചെയ്തപ്പോ കക്കാൻ വേണ്ടി വന്ന കള്ളനതാ കണ്ണീര് വാർത്തുകൊണ്ട് ആമീൻ 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 കേട്ട. ആദ്യം പോയിട്ട് പള്ളിയിൽ ജമാഅത്തിന്റെ 1-ാം സഫയില് ഇമാമിന്റെ വലതു ഭാഗത്തേക്കണ ഓനാണ്. എന്റെ വേലൊക്കെ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. ഓൻ പറഞ്ഞു, ഞാനാണ് ആ കള്ളനാണ്. ഒരു തഹജ്ജുദ് നിസ്കരിക്കണം ഉമ്മാന്റെ കഴിവാക്കാണ് നിങ്ങൾ ഒരാളെ ഖൽബ് വശീകരിക്കാൻ. അങ്ങനത്തെ കുറെ ഉമ്മാരുണ്ടായിരുന്നു. അതൊക്കെ പോയി പേദവന്മാര്. അതിന്റെ അപ്പുറത്തെ മഹല്ലിൽ തന്നെ 40 വയസ്സുള്ള ഒരു തള്ള 17 വയസ്സുള്ള കുട്ടീനെ കൂടെ ചാടിപ്പോയത്. അതിന്റെ അപ്പുറത്തെ മഹല്ലിൽ നിങ്ങൾ പേപ്പറിൽ വെച്ചില്ലേ, 17 40 വയസ്സുള്ളതിന് വെയിലി അടിക്കുക. ഞാൻ അങ്ങനെ എന്തിച്ചു, ഇവര് പോയിട്ട് എന്താ കാട്ടണെന്ന് തൊട്ടിലിട്ടിട്ട് ബാവോ എന്നിട്ട് ഉറക്കേണ്ടി വരും, വേറെന്താ. എന്നാലും ചാടിപ്പോവന്നെ, അതൊരു ഹോബിയായി. കാത്തുരക്ഷിക്കട്ടെ. ചിന്തിക്കണേ, വാളിനിടയിൽ വാള് കേൾക്കാൻ വേണ്ടി വന്ന പെങ്ങന്മാര് ചാടിപ്പോയിട്ടുണ്ട്. എന്റെ അനുഭവമാണ്. ഒരു സ്ഥലത്ത് വാള് പറഞ്ഞു കൊടുക്കുമ്പോ കുറെ ആൾക്കാർ ഓടുണ്ടെന്ന് വെച്ച് വാള് കേൾക്കാൻ വേണ്ടി വന്നൊരു പെണ്ണ് ചാടിപ്പോയതാണ്. ഈ വാളിനൊക്കെ പെണ്ണുങ്ങൾ വരണേ ചാടിപ്പോണ്ടെന്ന് പറഞ്ഞേക്കാൻ, പിന്നെ അവിടെ തന്നെ ചാടിപ്പോയത്. ഈ ചായപ്പൊടി എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അത് ചെതല് കളയാൻ വേണ്ടി ഇടുന്നതാണ്. ഇത് ഇതിമ്മത്തന്നെ ചെതല് കയറി എന്താ വാളിനൊക്കെ വന്നാൽ ഇനി ചാടിപ്പോലാൻ തീരുമാനം എടുത്തിട്ടാ പോണ്ടത്. ഇത് അവിടെ തന്നെ ചാടിപ്പോകാം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എന്നാണ് ഒക്കെ കോലത്തിലായി, കൽബില് തക്കവല്ല, കൽബങ്ങട്ട് ഖറാബായി. അതിലങ്ങട്ട് അള്ളാഹ് എന്നുള്ള ബോധം അങ്ങോട്ട് കയറുന്നില്ല. മുമ്പൊക്കെ വാള് കേട്ട 10 മിനിറ്റ് വാള് കേട്ടിയ ആള് കണ്ണില് വെള്ളം നിറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞിരുന്നു മുമ്പിലിരുന്ന് കേട്ടാൽ. അതിന്ന് 10 മണിക്കൂർ വാള് പറഞ്ഞാൽ എനിക്കുണ്ടാകണില്ല എന്നല്ലേ കേൾക്കണം നിങ്ങൾക്ക്.
കാരണം പഴയ കാലത്ത് ഇല്ലാത്ത പലത് നമുക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ സഞ്ചരിക്കണ വണ്ടി എന്റെ ഒപ്പം കണ്ടിട്ടില്ല, സ്വപ്നം കണ്ടിട്ടില്ല. അതിന്റെ ടയർ പോലെ കണ്ടിട്ടില്ല. ഞാൻ ഇപ്പൊ ഇന്ന് കഴിക്കണ ഭക്ഷണം എന്റെ ഒപ്പം കഴിച്ചിട്ടില്ല, അന്ന് ഞാനും കഴിച്ചിട്ടില്ല. നമ്മളിപ്പോ ഇന്ന് പാർക്കണ വീട് നമ്മളെ വാപ്പിയും വല്യപ്പൊന്നും കണ്ടിട്ട് തന്നെ ഇല്ല. നമ്മളിന്ന് എടുക്കണ തുണി കുപ്പായം എന്റെ വാപ്പിയും വല്യപ്പൊന്നും കണ്ടിട്ട് തന്നെ ഇല്ല. നിങ്ങളെന്താ എല്ലാരും കൂടി ഇന്നിങ്ങനെ നോക്കണം? നിങ്ങളും അങ്ങനല്ലേ? ഇങ്ങനെ നോക്കണം. നിങ്ങളും അങ്ങനെ തന്നെയല്ലേ? ഇത് ഞാൻ അത്ഭുതം ചെയ്യാൻ തോന്നല്ലേ? നമ്മളെല്ലാരും കഥയായി പറഞ്ഞേ. അപ്പോ ഓൽക്കില്ലാത്ത ഒരുപാട് നിയമത്തെ ഭൗതിക ലോകത്തെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും ഓൽക്കുള്ള എന്തോന്ന് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതാണ് തിരിച്ചു പിടിക്കേണ്ടത്. തുണി കുപ്പായല്ലത്, ഖൽബിന്റെ തഖ്വയാണ്. അത് ഇന്ന് നമുക്കില്ലാത്ത ഓൽക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. അന്ന് അതുകൊണ്ട് ആത്മഹത്യ ഇല്ല. സഹാബാക്കളെ കൂട്ടത്തിൽ ഒരൊറ്റ ആൾ ആത്മഹത്യ ചെയ്തിട്ടില്ലല്ലോ. ഒറ്റാൾക്ക് ക്യാൻസർ ഉണ്ടായിട്ടില്ലല്ലോ, ഒറ്റാൾക്ക് അറ്റാക്ക് ഉണ്ടായിട്ടില്ലല്ലോ, ഒരാൾക്കും ജദ്ബിന്റെ ഹാലും ഉണ്ടായിട്ടില്ല. ഞാൻ അതും പറഞ്ഞു. സഹാബാക്കളിൽ ഒരാൾ മജ്ദൂബ് ഉണ്ടായിട്ടില്ല. ഒരു സഹാബി തീരെ നിസ്കരിക്കാത്ത നോക്കുമ്പോ ഒരു ഹാലാന്ന് പറയാം, അങ്ങനത്തെ സഹാബി ഉണ്ടായിട്ടില്ല. കാരണം അവർ തസ്കിയത്ത് നടത്തിയത് മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കണേ, നബിയുന മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞോ മുഹമ്മദ് മുസ്തഫ. ദീർഘമായി ഞാൻ പ്രസംഗിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ പാറന്നൂർ ഉസ്താദിന്റെ പേരിലാണ് ഇവിടെ കോംപ്ലക്സ് ഇൻഷാ അല്ലാഹ് ഉയരാൻ പോകുന്നത്. ഉമ്മമാരെ, നമ്മളൊക്കെ മരിച്ചാൽ വിജ്ഞാനത്തിന്റെ കലവറയാകുന്ന കോംപ്ലക്സുകൾ ഉണ്ടാകുമോ? ഇല്ല. എന്നാൽ നമ്മളൊക്കെ മരിച്ചുകൊണ്ട് ഏകാന്തതയുടെ തടവറയായ ഖബറിൽ പോയി കിടക്കുമ്പോ എന്ന് കേട്ട ഉമ്മ, പെങ്ങളെ, ഉപ്പ, നമുക്ക് വേണ്ടി ഇവിടെ ആലിമീങ്ങൾ ദുആ ചെയ്യുമോ? മുതഅല്ലിമീങ്ങൾ അനുസ്മര പ്രഭാഷണം നടത്തുമോ? ആയിരങ്ങളാകുന്ന മുഹിബ്ബീങ്ങൾ ഉണ്ടാകുമോ? ഇല്ല, ഇല്ല. ആ ഇടുങ്ങിയ ഗേഹത്തിൽ അതാ കവളിൽ നിന്ന് കഫനുടി അങ്ങ് മാറ്റപ്പെട്ടുകൊണ്ട് മണ്ണിലേക്ക് ചേർക്കപ്പെട്ടാൽ തുടങ്ങുന്ന അനശ്വരമായ യഥാർത്ഥ ജീവിതമില്ലേ? അത് അറ്റമില്ലാത്ത ജീവിതമല്ലേ? ആ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ തിണ്ണബലം പോരാ, വണ്ണബലം പോരാ, നുണച്ചാക്ക് പോരാ, പണച്ചാക്ക് പോരാ, കോടതിയിലെ സ്വാധീനം പോരാ, രാഷ്ട്രീയ സ്വാധീനം പോരാ, ഇൽമും അമലും വേണേ. ആ ഇൽമും അമലുമുള്ള മഹാന്മാരെ പിന്നാലെ മഹബത്തുമായി നടക്കലല്ലാതെ നമ്മുടെ മുമ്പിൽ വഴിയില്ല. ഈ മഹബത്ത് കൊണ്ട് മനുഷ്യൻ രക്ഷപ്പെടുന്നതാണ്. ഇന്ന് നിങ്ങൾ ഓതിയ സൂറത്തുൽ കഹ്ഫില്ലേ, ആ സൂറത്തുൽ കഹ്ഫിൽ 7 മഹാന്മാരെ കുറിച്ചുള്ള ചർച്ചയില്ലേ? ആ മഹാന്മാരെ സ്നേഹിച്ചൊരു നായെ കുറിച്ചുള്ള പരാമർശമില്ലേ? ആ പരാമർശം തന്നെ ഹൃദയസ്പൃക്കല്ലേ? വയഖൂലൂന സബ്ആ, അവരേഴാളുകളാ. വതാമിൻഹും, അവരിൽ 8ാമത്തത് കൽബുഹും, അവരുടെ നായയാ. വയഖൂലൂന സബ്അത്തുൻ, അവരേഴാളുകളാണ്. 6 പേരുള്ള അഭിപ്രായത്തിന് അള്ളാഹ് അങ്ങനെയാണ് പറഞ്ഞിട്ട് ഒരൊറ്റ ഗണ്ണിക്കല് റജ്മൻ ബിൽ ഗൈബ്, അതൊക്കെ ഊഹം വെച്ചിട്ടുള്ള കാച്ചലാണ് എന്ന്. പക്ഷെ 7 എന്നുള്ള അഭിപ്രായത്തിന് അള്ളാഹു തആല ഗണ്ണിക്കണില്ല. അതുകൊണ്ട് ഓലെ 7 ആൾക്കാരാണ്. എന്നിട്ട് അള്ളാഹ് പറയാണ് അള്ളമീറാണ് എന്നെ ചിന്തിപ്പിച്ചത്. അവരിൽ 8ാമത്തത് പിന്നെ ലമീർ കൽബോഹും, കൽബുന്നല്ല കൽബോഹും, അവരുടെ നായാണ്, തഖ്സീസാണ്, ഓല സ്വന്തം നായ എന്ന് പറഞ്ഞാൽ ഔലിയാക്കളുടെ കമ്പാർട്ട്മെന്റ് നായക്ക് റിസർവേഷൻ കൊടുത്തു. അത്ഭുതം. കാരണം നായന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ നായ ഓലെ ബാക്കിൽ ഇങ്ങനെ നടന്നു. ഓല വെച്ചു എന്തേ നായെന്ന് വെച്ചാൽ ഇന്നി ഒഹിബു അഹിബ അല്ലാഹ്, നിങ്ങൾ അള്ളാന്റെ സ്വന്തക്കാരല്ലേ, അതുകൊണ്ട് നിങ്ങളെ ഞാൻ വിടൂല, നിങ്ങളോട് എനിക്ക് ഭയങ്കര സ്നേഹമാണെന്ന്. ഈ നായ സ്വർഗത്തിലാ, നായ സ്വർഗത്തിലാണ്. അള്ള അവിടെ നായണെന്ന് നോക്കില്ല. എല്ലാ നായക്കളും നാളെ കൂനി തുറാബ എന്ന് പറയുമ്പോ മണ്ണായി പോകും. ഈ നായ പിടിച്ചു മണ്ണാവില്ല. കാരണം എന്താ? ആ നായന്റെ കൽബിൽ അള്ളാന്റെ ഔലിയാക്കൾ കയറിക്കൂടി. വേറൊന്നല്ല, ഒരു നായന്റെ കൽബിൽ അള്ളാന്റെ ഔലിയാക്കൾ കയറിക്കൂടിയുമ്പോ നായ സ്വർഗത്ത് പോയാല് നമ്മളെ കൽബിൽ മുഹമ്മദ് നബി കയറിക്കൂടി നമ്മളെവിടെയാണ്? നിങ്ങൾക്ക് തീരുമാനമായിട്ടില്ല എപ്പോഴും? ഒരു നായന്റെ കൽബിൽ 7 ഔലിയാക്കൾ കയറി കൂടിയപ്പോ ആ നായ സ്വർഗത്ത് പോയാൽ നമ്മളെ കൽബിൽ എങ്ങാനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി കൂടിയാൽ നമ്മൾ എവിടെയാണ്? തീരുമാനമായിട്ടില്ലേ? ആയിട്ടില്ലേ? അള്ളാഹു തആല അവിടെ എത്തിച്ചേട്ടെ. ഞാൻ വലിയൊരു ദർശനം പറഞ്ഞാണ് ഇന്ന്. ഇത് ഞാൻ പറഞ്ഞില്ല, മഹാന്മാരെ എഴുതിച്ച. മഹബത്തിന് വലിയ സ്വാധീനമുണ്ട്. അൽ മർഉ മഅ മൻ അഹബ്ബ മുഹമ്മദ് മുസ്തഫ. കേട്ടോളൂ, സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ സ്നേഹിച്ച ഒരു ഹുദൂദ് ഉണ്ട്, മരക്കൊത്തി. ആ സ്വർഗത്തിലാണ്.
സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ സ്നേഹിച്ചു എന്നുള്ളതാണ് കാരണം. സുലൈമാൻ ഇസ്ലാം ഒന്ന് അങ്ങോട്ട് പോകാൻ പറയുമ്പോൾ അന്നോണ്ട് പാറും, ഒന്ന് ഇങ്ങോട്ട് വരാൻ പറയുമ്പോൾ ഇങ്ങോട്ട് പാറും. അങ്ങനെ ആകുമ്പോൾ പാറന്നൂസ്ഥാനൊക്കെ സ്നേഹിച്ചിട്ട് ഈ നോട്ടീസ് ഇട്ട് ഒന്ന് ആണ്ട് പോകുമ്പോൾ വയ്ക്കുമ്പോൾ നോട്ടീസ് കൊടുക്കുക അങ്ങോട്ട് പാറിയ കുട്ടികളുണ്ട്, ഇങ്ങോട്ട് വരാൻ പറയുമ്പോൾ ഇങ്ങോട്ട് വന്ന കുട്ടികളുണ്ട്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ ബഹുമാനിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാറി ഒരു മരക്കൊത്തി സ്വർഗത്ത് പോകുമ്പോൾ സമസ്തന്റെ ആലിമ്യങ്ങളെ സ്നേഹിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബൈക്കിൽ എണ്ണടിച്ചിട്ട് പാറി പോണ കുട്ടികളും സ്വർഗത്ത് പോലെ തീരുമാനമായിട്ടില്ലേ? ഇഖ്ലാസ് തന്നെ പോകും അല്ലാഹുവിൽ എത്തിച്ചേട്ടെ. പോരാ, യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ വയറ്റിൽ ചുമന്ന മത്സ്യമുണ്ട്. യൂനുസ് നബി അലൈഹി ഇസ്ലാമെ രാത്രി കപ്പലിൽ നിന്ന് കടലിലേക്ക് വലിച്ചതിന് ചരിത്രം പറയല്ല. കപ്പലിൽ നിന്ന് കടലിലേക്ക് വലിച്ചെന്നു, കടലിന്റെ ഇരുട്ട്, രാത്രിയുടെ ഇരുട്ട്. ഒരു മത്സ്യം വന്നിട്ട് വാ തുറന്നിട്ടാണ്ട് വിഴുങ്ങി, മത്സ്യത്തിന്റെ വയറ്റിലാണ്ട് കുടുങ്ങി. മത്സ്യത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ ഇരുട്ട്, 3 ഇരുട്ടാണ്, ഒന്നും അറിയണ്ടല്ലോ. ഖുർആനദാ ജമ്മാക്കി പറയുന്നു, ദുലുമാത്ത് ഇരുളുകളിലെ 3 ഇരുളാണ്. ഒന്ന് രാത്രിയുടെ ഇരുളാണ്, കടലിന്റെ ഇരുളാണ്, മത്സ്യത്തിന്റെ വാറിന്റെ ഉള്ളിലെ ഇരുളാണ്. മത്സ്യത്തിനോട് അള്ളാഹ് പറഞ്ഞു, അത് അന്നം തന്നല്ല, എന്റെ അബദ് യൂനുസാണ്, അതുകൊണ്ട് തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞു. മത്സ്യം ഉടനെ തന്നെ യൂനുസ് നബി ഇസ്ലാമിന് സംരക്ഷണം കൊടുത്തിട്ട് അതിന്റെ വയറ് ആ രൂപത്തിലാക്കി. എന്നിട്ട് കടലിൽ നീന്തണൊക്കെ യൂനുസ് നബി ഇസ്ലാമിന് പരിക്കേൽക്കാത്ത രൂപത്തിലാക്കി. ഗർഭിണിയായ ഉമ്മ ഗർഭത്തിലുള്ള ശിശുവിന് പരിക്കേൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കിടത്ത മാറ്റം കണ്ടിട്ടില്ലേ? ഇല്ലേ? നിങ്ങളൊന്നും കണ്ടിട്ടില്ലേ? ഇല്ലേ? അല്ല, കണ്ടിട്ടില്ലേ? അതേപോലെ യൂനുസ് നബി ഇസ്ലാമിന് പരിക്കേൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിന്നു. യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ വയറ്റിൽ വഹിച്ച ഒരു മത്സ്യം സ്വർഗത്ത് പോയാൽ മുഹമ്മദ് നബിയെ ഖൽബിൽ വഹിച്ച മത്സ്യമല്ല ഒരു മനുഷ്യൻ എവിടെ പോകും? അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഒട്ടകം സ്വർഗത്തിലാണ്. സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിനെ സ്നേഹിച്ചു എന്നുള്ളതാണ് കാരണം. മുഹമ്മദ് നബിയുടെ ഒട്ടകം സ്വർഗത്തിലാണ്. മുഹമ്മദ് നബിയെ സ്നേഹിച്ചു എന്നുള്ളതാണ് കാരണം. അവിടെ അള്ളാഹ് ഒട്ടകാണോ നായയാണോ ഒന്നും നോക്കണില്ല. നേരെ മറിച്ച് അതൊക്കെ ഔലിയാക്കളെ സ്നേഹിച്ചിട്ട് മഹബത്തോണ്ട് കിട്ടുന്ന നേട്ടാണെങ്കിൽ ഇപ്പുറത്ത് വേറെ കാര്യങ്ങൾ ചിന്തിക്കും. ഒരു പല്ലിയെ ഒറ്റടിക്ക് കൊന്ന 100 കൂലി. എന്താ കാരണം എന്നറിയോ? അതൊരു മഹാന്റെ കുരുത്തക്കടാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ നമ്രൂദ് തീകൂടാരത്തിൽ ഇട്ടിട്ട് കരിക്കാൻ നോക്കിയപ്പോ ഒരു പല്ലി വന്നിട്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ ഊതി തീ കത്തിക്കാൻ വേണ്ടി. പല്ലി ഊതിയ തീ കത്തുവാ ഇല്ല, എന്നാലും ആ പണി എടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹ് എന്ത് ചെയ്തു? ആ പല്ലിന്റെ ജിൻസിനെ അങ്ങോട്ട് അദാബിലാക്കി. കണ്ടോടെ വെച്ച് കൊന്ന 100 കൂലി ഇട്ടുന്ന. അതിന് ചില ആൾക്കാർ പറഞ്ഞു വാല് മുറിഞ്ഞാൽ കൂലി ഇട്ടൂലെന്ന്. അത് ഓലുണ്ടാക്കിയ അടുക്കളയത്തെ മസലയാണ്. ഞാൻ പല്ലിനെ കൊല്ലുമ്പോൾ വാല് മുറിയാതെ കൊല്ല. ഈ സുന്നത്ത് പോകാൻ വേണ്ടി ആരോ ഉണ്ടാക്കിയതാണ്. ഒറ്റടിക്ക് വന്ന 100 കൂലി. ഇവിടെ നമുക്ക് ചിന്തിക്കാൻ വലിയൊരു പാഠമുണ്ട്. കാരണം ഒരു 7 മഹാന്മാരെ ബഹുമാനിച്ച കാരണത്താൽ നായ സ്വർഗത്ത് പോകുമ്പോ ഒരു മഹാനെതിരെ ഒരു ഊത്തുകൊണ്ട് കളിച്ച കാരണത്താൽ പല്ലികൾക്ക് സ്വർഗം പോയിട്ട് ദുന്യാവിൽ വരെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടു. അതാണ് ഗുരുത്തക്കേടിന്റെയും ഗുരുത്തത്തിന്റെയും മഹത്വം. അള്ളാഹു ഗുരുത്തുള്ള കുട്ടികളും ശിഷ്യന്മാരാക്കിയിട്ട് നമ്മളെ മാറ്റിത്തട്ടെ. ബിന്നബിയിൽ മുസ്തഫ മുഹമ്മദ്. ദീർഘിപ്പിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞതിന്റെ രത്നച്ചുരുക്കം ഞാൻ തുടങ്ങി വന്നത് ഇൽമും അമലും പറഞ്ഞുകൊണ്ടാണ്. ഇൽമ് തന്നെയാണ് അമല്, അമല് തന്നെയാണ് ഇൽമ്. അതിന് തന്നെയാണ് ലോകം സൃഷ്ടിക്കപ്പെട്ടത്. ഇതില്ലാതെ ഇബാദത്ത് ചെയ്താൽ ഇബാദത്ത് സഹിയല്ല. അതുകൊണ്ട് മഹാന്മാർ ഇൽമിന് കൊടുത്ത മഹത്വം കണ്ടോ. ഞാനൊരു ചെറിയ സംഭവം നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു തരാം. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല 10 ലക്ഷം ഹദീസ് മനപ്പാഠമുള്ള മഹാനാണ്. എത്ര ലക്ഷം? ഒരു കാര്യം അവിടെ മനസ്സിലായിക്കോളി. ഇന്ന് ലോകത്ത് മൊത്തം പരതിയാൽ 1 ലക്ഷം ഹദീസ് കിട്ടൂല. ഉള്ള കമ്പ്യൂട്ടറും നെറ്റൊക്കെ പരതി ഉള്ള ലൈബ്രറി ഒക്കെ പോയിട്ട് പൊടി തട്ടിയിട്ട് കുടഞ്ഞെടുത്താലും 1 ലക്ഷം ഹദീസ് കിട്ടൂല. അതിന്റെ 9 ലക്ഷം മടങ്ങ് മനപ്പാടം കൽബിലുണ്ടായിരുന്നു അഹ്മദ് ബിൻ ഹംബൽ. എന്നിട്ട് അവര് എഴുതിച്ച ഫിഖ്ഹിയ മസലക്ക് ചില ആൾക്കാർ ഇപ്പൊ ഹദീസ് അറിഞ്ഞു നോക്കുകയാണ്. പൊട്ടെന്നല്ലാതെ എന്ത് പറയാൻ. 9 ലക്ഷം നഷ്ടപ്പെട്ട ലോകത്തെ 10 ലക്ഷം മനപ്പാടായ ആൾക്കാർ മദ്ഹബിൽ രേഖപ്പെടുത്തിയ മസലക്ക് ഇപ്പൊ ഇങ്ങനെ ഹദീസ് തരിക. എന്നിട്ട് പറയാ ബുഖാരിയിൽ കാണുന്നില്ലല്ലോ, മുസ്ലിമില് ബുഖാരി മഖ്റജന എന്നാക്കി വരാൻ കഴിയില്ല. എന്തൊരു വിവരക്കേടിന്റെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. ഓലല്ലേ വിവരമുള്ളവര്. നമുക്ക് വിവരമുണ്ടോ? നമുക്ക് വിവരമുണ്ട്. ഇപ്പൊ ഏക സിവിൽ കോഡ് മറ്റൊക്കെ ഇങ്ങനെ കത്തിക്കണ കാലത്ത് ഒരാൾ പ്രസംഗിക്കാം,
അതിപ്പോ ഏക സിവിൽ കോഡിൽ ഇപ്പൊ മസല ഫിഖ്ഹിയ മസലയിൽ ഇപ്പൊ ചർച്ചക്ക് വന്നിട്ടുള്ളൂ. അതൊക്കെ മദ്ഹബ് അനുസരിച്ചുകൊണ്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് വേണമെങ്കിൽ തിരുത്താവുന്നതാണ്. മദ്ഹബ് തിരുത്തിയേ, മദ്ഹബ് ദീനല്ലേ? എല്ലാം ഖുർആനും ഹദീസും നോക്കി പറയാൻ കഴിയുന്നെങ്കിൽ വെല്ലുവിളിക്കാണ്. ചോദ്യം ഒന്ന് കേട്ടോ, സയാമിസ് ഇരട്ടകളിൽ ഒന്ന് മരിച്ചു, മറ്റേത് മരിച്ചില്ല. മയ്യിത്ത് നിസ്കരിക്കണോ, മറമാടണോ, കുളിപ്പിക്കണോ? പറ. ഖുർആൻ നോക്കിയിട്ട്, ഹദീസ് നോക്കി പറ. ഖുർആൻ നോക്കി പറ. മരിച്ചിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്. ഇവിടെ ഒരാൾ മരിച്ചു, മറ്റാൾ മരിച്ചില്ല. എന്താണ് ഹുക്മ്? എന്ത് പറയുന്നു ആയത്ത്? എന്ത് പറയുന്നു ഹദീസ്? എന്താ അവിടെ ആയത്ത് ഹദീസ് ഉദ്ധരിക്കാത്തത്? ഞാൻ വെല്ലുവിളിക്കുന്നു. വെള്ളിയാഴ്ചയിൽ ഉച്ചക്ക് ജുമുഅ നിസ്കാരം 2 റക്അത്ത് നിർവഹിക്കണമെന്നത് ആയത്ത് കൊണ്ട് തെളിയിച്ചാൽ കൈയിന്റെ അടിയിൽ നിന്ന് വെളുത്ത രോമം പറിച്ചു തരുന്നതാ. ആർക്കും തർക്കമില്ല, ലോകത്ത് എല്ലാവരും ചെയ്യണം. വെള്ളിയാഴ്ച ഉച്ചക്ക് 2 റക്അത്ത് ജുമുഅ നിസ്കരിക്കാം. ഇങ്ങനെ ആയത്ത് പറഞ്ഞിക്കണോ? ഏതായത്തിലുള്ള ആയത്ത് കൊണ്ട് തെളിയിച്ചാൽ അന്ന് പ്രസംഗം അങ്ങനെ നിർത്തും. അപ്പൊ ചിലതിൽ ആയത്ത് നമുക്ക് കാണുന്ന രൂപത്തിൽ ഉണ്ടാവില്ല, ചിലത് ഹദീസ് ഉണ്ടാവില്ല, ചിലത് രണ്ടിലുണ്ടാവില്ല. അത് ഇമാമിങ്ങളെ കണ്ട് പറയും. അതാണ്, അത് സ്വീകരിക്കലാണ് ദീന്. പക്ഷെ ഏക സിവിൽ കോഡ് ഇപ്പൊ വന്നത് ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം. ഏക സിവിൽ കോഡ് ദീന് എന്ന് പറഞ്ഞാല് ഏക സിവിൽ കോഡ് ഇപ്പൊ ബന്ധപ്പെട്ട കാര്യം മാത്രമൊന്നുമല്ല. അത് ഫിഖ്ഹിൽ മാത്രം ഇപ്പൊ വന്നത്. ദീന് അഖീദ, ഫിഖ്ഹ്, തസൗഫ്, ഇത് മൂന്നുമാണ് ദീന്. അഖീദ, ഫിഖ്ഹ്, തസൗഫ്. അഖീദയിൽ ഏക സിവിൽ കോഡ് വന്നാൽ എങ്ങനെ ഉണ്ടാവും? അംഗീകരിക്കാൻ പറ്റുമോ? ഇനിയിപ്പോ ഈ ഗവൺമെന്റ് ആണ് പോയി വേറെ ഗവൺമെന്റ് ഉണ്ടോ? സുപ്രീം കോടതിയിൽ ജഡ്ജിമാര് മാറി. ഓല് പറയാണ് വിശ്വാസ രംഗത്ത് ഒരു ഏക സിവിൽ കോഡ് പാസ്സാക്കാൻ പോവാണ്. ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ ആളുകൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? അംഗീകരിക്കാൻ പറ്റുമോ? അഖീദയിൽ ഏക സിവിൽ കോഡ് ഒന്ന് അംഗീകരിക്കാൻ പറ്റുമോ എന്ന് ഞങ്ങളുടെ ചോദ്യം. ഇല്ല, പറ്റൂല. തസൗഫിൽ ഏക സിവിൽ കോഡ് അംഗീകരിക്കാൻ പറ്റുമോ? ഒരു കോടതി വന്നിട്ട് പറഞ്ഞു, ഇപ്പൊ പല ആളുകളും പല മന്ത്രമാണ് സ്വഭാവ സംസ്കരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. എല്ലാവരും കോടതി നിർണയിക്കുന്ന ജപങ്ങൾ ചൊല്ലണം, കോടതി നിർണയിക്കുന്ന ത്വരീക്കത്തിൽ ബയ്യത്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സ്വാമിന് മുമ്പ് കിട്ടും. എന്നിട്ട് പറഞ്ഞാൽ അയാളെ ത്വരീക്കത്ത് സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ അതിന് ഏക സിവിൽ കോഡിന്റെ പിന്തുണയും കൊടുത്ത് അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ ഫിഖ്ഹ് അംഗീകരിക്കാൻ പറ്റൂല. ഫിഖ്ഹിൽ ഇപ്പൊ വകവെച്ചു കൊടുത്താൽ അത് അഖീദയിൽ പിടിക്കും അടുത്ത പ്രാവശ്യം. പിന്നെ തസൂഫ് കയറും. ഇവിടെ ഏക സിവിൽ കോഡ് ആകെ കുഫാർ വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതിന്റെ തുടക്കം തന്നെയാണ് ഇതെന്ന് ഞങ്ങൾ മനസ്സിലാക്കണത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഫിഖ്ഹിൽ തന്നെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെയല്ല, ഇബാദാത്തുണ്ട്, മഅമൂലാത്തുണ്ട്, മങ്കൂഹാത്തുണ്ട്, ജിനായാത്തുണ്ട്. ഇതിൽ ഇബാദാത്തിൽ നിങ്ങൾ ഏക സിവിൽ കോഡ് കൊണ്ടുവന്നാൽ എന്ന് പറഞ്ഞാൽ 5 വക്ത് നിസ്കാരം, റമളാൻ മാസത്തിൽ നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, ഇത് ഫിഖ്ഹാണ് എങ്ങനെ നിർവഹിക്കണം എന്നത്. അവിടെ അടുത്ത കോടതി പറഞ്ഞു, ഇനി മുസ്ലിമീങ്ങൾ ആരും തന്നെ കട്ടപ്പെട്ടുകൊണ്ട് ഇന്ത്യ രാജ്യത്തിൽ നിന്ന് ഹജ്ജ് ചെയ്യാൻ മക്കയിലേക്ക് പോകണ്ട. ഞങ്ങൾ ജനങ്ങളുടെ ക്ഷേമമാണ് ഉദ്ദേശിക്കുന്നത്, വർഗീയതയല്ല. കാരണം 3.5 ലക്ഷം രൂപയാണ് പോകുന്നത്. പിന്നെ ഫ്ലൈറ്റ് അപകടങ്ങൾ വർദ്ധിക്കുകയാണ്. മിനായിൽ പലരും ശ്വാസം കിട്ടാതെ മരിക്കുകയാണ്. ജംറത്തുൽ അഖബയിലുള്ള ഏറിയിൽ പല ആളുകളും മരിക്കുകയാണ്. അതുകൊണ്ട് ഗവൺമെന്റ് വർഗീയവാദികളല്ല, എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഗവൺമെന്റാണ്. കോടതിയിൽ എല്ലാവരെയും സ്നേഹിക്കുന്ന അതാ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഡൽഹിയിൽ മനോഹരമായ ഒരു കാബം പണിയെടുത്തുണ്ട്. നിങ്ങൾ 7 പ്രാവശ്യം തവാഫ് ചെയ്യണ്ട, ഒറ്റ പ്രാവശ്യം ഒന്ന് തവാഫ് ചെയ്തു പോയാൽ മതി എന്ന് ആരെങ്കിലും ഇബാദാത്തിൽ ഒരു ഏക സിവിൽ കോഡ് കൊണ്ടുവന്നാൽ അപ്പൊ അടുത്ത മന്ത്രിസഭ അതാ കോടതിയെ കൊണ്ട് പറയിപ്പിച്ചു. കഴിഞ്ഞ കോടതി ഹജ്ജിലാണ് ഏക സിവിൽ കോഡ് പ്രഖ്യാപിച്ചത്. എന്നാൽ ഞങ്ങൾ ഏക സിവിൽ കോഡ് പ്രഖ്യാപിക്കുന്നത് മുസ്ലിമീങ്ങളുടെ സംരക്ഷണം മനസ്സിലാക്കിയിട്ട്. ഇപ്പൊ റമളാൻ മാസം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തീക്ഷ്ണമായ ഉഷ്ണമുള്ള കാലത്താണ്. അപ്പൊ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരിൽ പലർക്കും പണിക്ക് വരാൻ കഴിയുന്നില്ല. വയലത്ത് പണിയെടുക്കുന്ന പല ആളുകളും തളർന്നു വീഴുകയാണ്. അതുകൊണ്ട് വളരെ പ്രയാസമാണ്. അതുകൊണ്ട് ആ 30 ദിവസം എന്നത് മഴക്കാലത്തേക്ക് ഒരു 10 ദിവസമാക്കി ചുരുക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു, സുപ്രീം കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ റമളാൻ മാസത്തിൽ നോമ്പിനെ ചുരുക്കിയിട്ട് അവിടെയുള്ള സൗമ്യലെ ഏക സിവിൽ കോഡ് അംഗീകരിക്കാൻ പറ്റുമോ? ഞാൻ ചോദിക്കുന്നു, സക്കാത്തിൽ ഏക സിവിൽ കോഡ് അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ മങ്കൂഹാത്തിലും പറ്റൂല. ഞാൻ ആദ്യം തന്നെ ചോദിച്ച 3-4 ചോദ്യങ്ങളാണ്. ഇന്നല്ല, ഏക സിവിൽ കോഡ് തുടങ്ങിയ സമയത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്, സമ്മേളനത്തിൽ വെച്ച് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് അംഗീകരിച്ചാൽ അതൊക്കെ ഞാൻ അതൊക്കെ ന്യായല്ലേ? ഇപ്പറഞ്ഞനുസരിച്ച് ന്യായല്ലേ? ഇപ്പൊ ഒരു പറഞ്ഞു ഞങ്ങള് സർവേ നടത്തിയിട്ടുണ്ട്, കുറെ മുസ്ലിമീങ്ങൾ ഇതിനെ അംഗീകരിക്കുന്നുണ്ട്. നിങ്ങൾ നോമ്പിനെ കുറിച്ച് സർവേ നടത്തി നോക്കി.
കാരണം വീട് കളിച്ച് നടക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ പറയാ 10 ദിവസമല്ല നോമ്പനാണ്ട് എടുത്ത് കളഞ്ഞാളെന്ന് പറയും. എന്നിട്ട് ഒപ്പിട്ട് കണ്ട് പറയാ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്നു മുസ്ലിങ്ങൾ ഒപ്പുണ്ട് എന്ന് പറയാം. ഇതാണ് മാന്യത? അത് ഏതിനാളെ കിട്ടൂലേ? മതത്തിൽ നിന്ന് മതത്തിന്റെ നിയമങ്ങളെ ചോർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ അടർത്തിയെടുക്കുക. എന്നിട്ട് ഓലെ കൊണ്ട് ഒപ്പിട്ടിട്ട് പറയാ അവര് ഞങ്ങളൊപ്പാണ്, ഞങ്ങൾ വർഗീയവാദികളല്ല, മുസ്ലിങ്ങളുടെ സംരക്ഷണം തന്നെ നോമ്പിലും കിട്ടുമല്ലോ, അത് ഹജ്ജിലും കിട്ടുമല്ലോ, അത് സക്കാത്തിലും കിട്ടുമല്ലോ. കാരണം സക്കാത്ത് കൊടുക്കാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? അപ്പൊ കോടതി പറഞ്ഞു കൊല്ലം കണക്കൂട്ടിട്ട് കൊടുക്കണക്കാൾ നിർത്തിയിട്ട് ഒരു 10 കൊല്ലം കൂടുമ്പോ കണക്കൂട്ടിട്ട് 2% കൊടുക്കുക. മുസ്ലിമിലെ കുറെ ആൾക്കാർ വരും കോടതിയുടെ നിയമത്തെ പൂവിട്ട് പൂജിക്കുന്നു. എന്നിട്ട് പറയാ കണക്കെടുപ്പ് എടുത്തിരിക്കുന്നു, മുസ്ലിങ്ങളുടെ ഒപ്പുണ്ട്. ഞാൻ പറഞ്ഞിട്ടാ നിയമം ഭാഷാക്കല്. അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട മുഴുവൻ ആളുകളും ഇതിൽ നിന്ന് പിന്തിരിയണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ നേതാക്കളായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ പോലെയുള്ള, ഹൈദർ അലി ശിഹാബ് തങ്ങളെ പോലെയുള്ള, അലിക്കുട്ടി ഉസ്താദിനെ പോലെയുള്ള, AP മുഹമ്മദ് മുസ്ലിയാരെ പോലെയുള്ള, കോട്ടുമല ഉസ്താദിനെ പോലെയുള്ള ആളുകൾ, അവരുടെ MP ഉസ്താദിനെ പോലെയുള്ള ആളുകൾ പറയുന്നതിന്റെ കൂടെ മുസ്ലിമീങ്ങളായ ഞങ്ങൾക്കും പറയാനുള്ളത്, മതേതരത്വ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ അത്യുന്നത സോപാനത്തിൽ വിരാജിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ആളുകള് അള്ളാനെ കരുതി ദൈവത്തെ കരുതിയിട്ട് സ്വമേധയാ ഇതിൽ നിന്ന് പിന്തിരിയേണ്ടതാണ്. ഇത് ബുദ്ധിപരമല്ല. മുസ്ലിമീങ്ങളെ, എനിക്ക് എന്നോടും നിങ്ങളോടും ഒന്ന് പറയാനുണ്ട്. ഈ ഏക സിവിൽ കോഡാണെങ്കിലും എന്താണെങ്കിലും അതിന് കാരണം നമ്മളാണെന്ന് മനസ്സിലാക്കണ്ട. നമ്മളാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ വൈകണ്ട നമ്മൾ തന്നെയാണ്. കാരണം നമ്മളും മതവും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് ഭരണാധികാരികൾക്കും ഉത്തരവാദിത്തപ്പെട്ട മേലാളന്മാർക്കും കൃത്യമായി ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഈ ഏക സിവിൽ കോഡല്ല എന്ത് തന്നെ രംഗത്തിറക്കിയാൽ മുസ്ലിമീങ്ങളെ ചുണക്കുട്ടികളായ ചെറുപ്പക്കാര് പിന്നാലെ കൂടൂല. കാരണം അവരും മതവും തമ്മിൽ ബന്ധമില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ ഓലപ്പാമ്പൊക്കെ രംഗത്തിറങ്ങിയിട്ട് ചാടുന്നത് എന്ന് മുസ്ലിമീങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ മുസ്ലിമീങ്ങൾക്ക് കളിഭ്രാന്തന്മാരായി പോയി, പലരും കഞ്ചാവിന്റെ അടിമകളായി പോയി, പലരും കള്ളിന്റെ അടിമകളായി പോയി, പലരും പെണ്ണിന്റെ അടിമകളായി പോയി, പ്രണയം തന്നെ മറ്റു മതങ്ങളിലേക്കും വ്യാപിച്ചു. അപ്പൊ ഇവിടെ മതത്തിന്റെ നിയമങ്ങള് അത് നിക്കാഹിന്റെ കാര്യമല്ല. ഇനി എന്താണെങ്കിലും ശ്രദ്ധിക്കാൻ മുസ്ലിം ചെറുപ്പക്കാരുടെ മസ്തിഷ്കം ഇവര് അതാ ജൂതന്മാർ കടമെടുത്തു. മറ്റുള്ളവർക്ക് വേണ്ടി പണയം വെച്ച് കയ്യിന്റെ തലപ്പത്ത് നൂല് കെട്ടുന്ന മുസ്ലിം ചെറുപ്പക്കാർ രംഗത്ത് വന്നു. ജൂതനെ പോലെ പപ്പാച്ച് കുപ്പാച്ച് കട്ടിങ് നടത്തിന് വൃത്തികേടിലായി നടക്കുന്ന മുസ്ലിം ചെറുപ്പക്കാർ രംഗത്ത് വന്നു. കയ്യിന്റെ വിരലിൽ സ്വർണ്ണമോതിരം എടുത്തുകൊണ്ട് ക്രിസ്ത്യാനിയെ പോലെ താടിയും മീശയും വരണ്ടിയിട്ട് നെരിയാണ് കേട്ട് തുണിയെടുക്കുന്ന മുസ്ലിം ചെറുപ്പക്കാർ രംഗത്ത് വന്നു. ഹയ്യാലസ്സലാ എന്ന ബാങ്കുലി മുഴങ്ങിയാൽ മുസ്ലിം ചെറുപ്പക്കാർ പള്ളിയിലേക്ക് കയറുന്നില്ല. എന്നാൽ ശബരിമലയുടെ സീസണായ എന്റെ പ്രിയപ്പെട്ട ഹിന്ദു സഹോദരന്മാർ, തണുപ്പവർക്ക് വിഷയമല്ല, ചൂടവർക്ക് കാര്യമല്ല. തണുപ്പ് സമയത്ത് പുഴയെ പോയി സുബഹിക്ക് മുമ്പേ കുളിച്ചുകൊണ്ട് അമ്പലത്തിൽ പോയിട്ട് തൊട്ടുമുത്തിയിട്ട് അവരുടെ ജപങ്ങൾ ചൊല്ലിയിട്ട് അവരുടെ രീതിയിലുള്ള ബറക്കത്തെടുക്കുന്നു. ആ സമയത്ത് അള്ളാന്റെ ഭക്ഷണം കഴിച്ചുകൊണ്ട്, അള്ളാന്റെ വെള്ളം കുടിച്ചുകൊണ്ട്, അള്ളാന്റെ ഓക്സിജൻ ശ്വാസോച്ഛ്വാസത്തിലൂടെ അനുഭവിച്ചുകൊണ്ട് ഹിദായത്തിന്റെ അനുഗ്രഹം സിദ്ധിച്ച മുസ്ലിം തറവാട്ടിലെ ചെറുപ്പക്കാരാ, നീ സുബഹിക്ക് പോലും ഉണരാതെ അതാ കിടന്നുറങ്ങുകയല്ലേ. ഇത് എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ടാണ് ഏക സിവിൽ കോഡ് വരുന്നത്. ഇനി ഇത് അഖീദയിൽ വരുന്നതാണ്, ഇത് ഇബാദത്തിൽ വരുന്നതാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? വലോ അന്ന അഹ്ലുൽ ഖുറാ ആമനു വത്തഖൂ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർളി. ഒരു ഗ്രാമവാസികൾ അല്ലാഹുക്ക് തഖ്വ ചെയ്യുന്നവരായ ലഫതഹ്നാ തൗഹീദിന്റെ ലാമ കൊണ്ടാണ് പറയുന്നത്. നമ്മൾ ഫത്ഹ് ചെയ്തു കൊടുക്കുന്നതാണ്. അലൈഹിം അവരുടെ മേലിൽ ബറകാത്തിൻ മിനസ് സമാ, ഉപരിലോകത്തിൽ നിന്നുള്ള അനുകൂലമായ നിലപാടുണ്ടാക്കി കൊടുക്കുന്നതാണ്. വസ്സമായി വൽ അർളി, താഴെ ഭാഗത്തു നിന്നും അനുകൂല നിലപാടുണ്ടാക്കി കൊടുക്കുന്നതാണ്. ആകാശം ഭൂമി എന്ന് മാത്രമല്ല, അതിലൊരു ധ്വനിയുണ്ട്. ആകാശം മുകളിലാണ്, അർള് താഴെയാണ്. അപ്പോ ഒരു ഗ്രാമവാസികൾ മുത്തഖീങ്ങളായാൽ ഭരണാധികാരികളാകുന്ന മുകളിൽ സ്റ്റെപ്പുള്ള ആൾക്കാരെ കൽബും ഇവർക്ക് അനുകൂലാക്കി കൊടുക്കും. താഴെ ഡിഗ്രിയിലുള്ള ആൾക്കാരെ കൽബും ഇവരെ ബഹുമാനിക്കുന്ന പാകത്തിലാക്കി കൊടുക്കും. തഖ്വയാണ് വേണ്ടത്. അപ്പൊ ഏക സിവിൽ കോഡ് പ്രഖ്യാപിക്കുന്ന ഭരണാധികാരികൾ വരൂല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് അടിസ്ഥാന കാരണം തഖ്വയിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്.
അത് അള്ളാഹു തആല നടത്താൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാന്മാരായ പണ്ഡിതന്മാരെ ഓർത്ത അവരുടെ പേരിൽ പാറന്നൂർ ഉസ്താദിന്റെ പേരിൽ കോംപ്ലക്സ് ഉദ്ദേശിച്ചിട്ടുള്ള ഈ സദസ്സിൽ നിന്ന് പിരിയുമ്പോ അള്ളാഹു ഈ സമൂഹത്തിന് എന്താണോ ഇസ്സത്ത്, ആ ഇസ്സത്ത് സത്യത്തിൽ ഈ ഒച്ചപ്പാടും ഗണ്ണനും മറുപടി പ്രസംഗവും വാചാലതയും വാഗ്വാദം തീപ്പൊരിയൊന്നുമല്ല. പഴയകാല പ്രതാപം ബദ്രീങ്ങളടക്കം ഉണ്ടാക്കിയ പ്രതാപം തഖ്വ കൊണ്ടാണ്. ബദ്രീങ്ങൾക്ക് ആയുധമുണ്ടായിരുന്നോ? ആയുധായിരുന്നു അവരുടെ വിഷയം. മലക്കുകൾ ഇറങ്ങിയതാണ്. അല്ലെങ്കിൽ ബദ്രീങ്ങളുണ്ടോ? അള്ളാഹിന്റെ സഹായമാണ്. ബദ്രീങ്ങളുണ്ടോ? എത്ര ആളുകളെടുത്ത് ആയുധം ഉണ്ടായിരുന്നത്? അവർ പട്ടിണിപ്പാവങ്ങളല്ലേ? റമദാൻ 17-നല്ലേ? പട്ടിണിപ്പാവം നോമ്പിന്റെ ആദ്യത്തെ കൊല്ലത്തിലല്ലേ? അപ്പുറത്ത് ഒരു ഒട്ടകത്തിനടുത്തിട്ട് 10 ആള് തിന്നുമ്പോ ഇവിടെ 10 ആള് കൂടിയിട്ട് ഒരു കാരക്കയുടെ ചീളുകൊണ്ട് അത്താൻ കഴിക്കുന്നു. അതിന്റെ ചണ്ടി പൊതിഞ്ഞു വെച്ചിട്ട് ആ പൊതിഞ്ഞു വെച്ച അതിന്റെ ചെറിയ ചീള് ഭാഗം അത് കഴിച്ചുകൊണ്ട് നോമ്പുറക്കുന്നു. എന്നിട്ട് വാളില്ലാതെ യുദ്ധത്തിനിറങ്ങി ജയിച്ചില്ലേ? കാരണം അള്ളാഹിന്റെ സഹായമാണ്. അത് എന്തുകൊണ്ടുണ്ടായി? അതിലേക്ക് നമ്മൾ മടങ്ങേണ്ടത്. അല്ലാതെ ആയുധ ഭാഷയല്ല, വെടിഭാഷയല്ല, ഉണ്ടഭാഷയല്ല. നമുക്ക് വേണ്ടത് തഖ്വയുടെ ഭാഷയാണ്. അപ്പൊ എല്ലാവരെയും അള്ളാഹു നമുക്ക് അനുകൂലമാക്കി തരും, അല്ലെങ്കിൽ കീഴ്പ്പെടുത്തി തരും. ആ ഒരു നല്ല നിലാവിന്റെ നാളെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അള്ളാഹു തഖ്വയിലേക്ക് നമ്മെ മടക്കട്ടെ, നമ്മുടെ ദോഷങ്ങളൊക്കെ പൊറുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സമാപന ദുആ. സമയം ഒരുപാടായി.